നമസ്കാരം. നീലിന്റെ ആജ്ഞ അനുസരിച്ച് ജനറൽ ടിയാനും ജനറൽ ഫിൻ അലനും ചേർന്ന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ആ തയ്യാറെടുപ്പുകളുടെ കൂട്ടത്തിൽ ഈ ഈസ്റ്റേൺ കിങ്ങിന്റെ അധീനതയിലുള്ള സാധനങ്ങൾ പിടിച്ചെടുക്കുന്ന പരിപാടിയുമുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ അതിശക്തരായിട്ടുണ്ടല്ലോ. അവരിൽ പലരുടെയും എനർജി നീൽഗിരിക്ക് ആവശ്യമുള്ളതാണ്. അവരിൽ നിന്നൊക്കെ എനർജിയും അതുപോലെ ബ്ലഡും സ്വീകരിക്കുന്ന ഒരു പരിപാടി കൂടി നീലിന് ഇതിനിടയിൽ നടത്തേണ്ടതുണ്ട്. ഈസ്റ്റേൺ കിങ്ങിന്റെ കയ്യിൽ ഇമോർട്ടൽ ആർട്ടിഫാക്ട്സുകളുടെ കൂട്ടത്തിൽ ഒരു സെമി ഡിവൈൻ ലെവലിലുള്ള ഒരു ആർട്ടിഫാക്റ്റും ഉണ്ട്. അതൊക്കെ നീല് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി. അയാളുടെ കയ്യിൽ വേറെയും കുറെ ശേഖരങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ സംഘടിപ്പിച്ച നീൽഗിരി അവിടെ തന്നെയുള്ള ഒരു പ്ലേസിൽ ആ നിമിഷം മുതൽ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. നീലിന് എത്രയും പെട്ടെന്ന് തന്റെ ബോഡിയുടെ കപ്പാസിറ്റി ഉയർത്തണം. അതിനുശേഷം ഹക്സിലേക്ക് പോകണം. നീല് ഇവിടെ ഈ ബോഡി റിഫൈനിങ് ലാൻഡിൽ ഓരോ ആക്ടിവിറ്റീസിൽ ഇടപെടുമ്പോഴും നീളുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത ഇങ്ങനെ കയറി വരികയാണ്. സിയയ്ക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളൊരു ഫീല് നീലിനുണ്ട്. പക്ഷേ സിയ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സിയെ രക്ഷിക്കാൻ അവിടേക്ക് പോയിരിക്കുന്ന ജി6-ക്ക് കഴിയേണ്ടതാണ്. എന്നാലും എത്രയും പെട്ടെന്ന് ഹക്സിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹം നീലിന്റെ മനസ്സിലുണ്ട്. ആരോ നീലിനോട് അങ്ങോട്ട് പോകുമെന്ന് പറയും പോലെ ഒരു തോന്നൽ. പക്ഷെ അതേ സമയത്ത് ഇവിടെയുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. നീല് അതോട് തന്നെ ഒട്ടും സമയം കളയാതെ കിട്ടിയ സാമഗ്രികളുമായി വീണ്ടും ആ വീപ്പ തയ്യാറാക്കി. ആ വീപ്പയ്ക്കുള്ളിൽ ബ്ലഡും അതുപോലെ ഹെർബ്സും പിന്നെ ആ കോറ് പൊട്ടിച്ചിട്ട എനർജിയൊക്കെ ചേർത്ത് വീണ്ടും ആ ലൈനി ഉണ്ടാക്കി അതിനകത്തേക്ക് കയറിയിരുന്ന് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ബോഡി റിഫൈനിങ് ലാൻഡിൽ സ്വാഭാവികമായിട്ടും ബോഡി റിഫൈൻ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. റിഫൈനിങ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള സംഭവം പൂർണ്ണമായി പൊളിയും പുതിയത് ഉണ്ടാകുകയും ചെയ്യുന്ന പരിപാടിയാണ്. ആ ലൈനിക്കകത്ത് നീല് കഴിയുന്ന സമയത്ത് നീലിന്റെ എല്ലാ പാർട്സുകളും തകർന്ന് തരിപ്പണമായതിനു ശേഷം വീണ്ടും പുനർജീവിക്കുന്ന ഒരു പരിപാടിയാണ്. ആ ബോഡി റിഫൈനിങ് ആക്ടിവിറ്റീസിലൂടെ ആ രാത്രിയിൽ നീൽ അങ്ങനെ കടന്നു പോകുമ്പോൾ നീല് ഓവർലോഡ് 3rd സ്റ്റേജിൽ നിന്ന് 4th-ലേക്കും 4th-ൽ നിന്ന് 5th-ലേക്കും 5th-ൽ നിന്ന് 6th-ലേക്കും കടക്കുകയാണ്. നീൽ അതിൽ തന്നെ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് സംസാര ഗ്രേവിയാർഡിനകത്ത് നീലിനെ തന്നെ നോക്കി നിൽക്കുന്ന മോർണിംഗും ഷൂലിനേക്കറും നീ ബൈജാനും ആ ആക്ടിവിറ്റീസ് കാണുന്നുണ്ട്. മോർണിംഗ് സന്തോഷത്തോടെ ഷൂലിനേക്കറോട് പറഞ്ഞു, ടൂംബ് മാസ്റ്റർ ശരിക്കും അതിശക്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതാ ഓവർലോഡ് ബോഡി 6th-ലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വേഗതയിൽ ബോഡി റിഫൈൻ ചെയ്യുന്ന ഒരാള് എന്റെ അറിവിൽ വേറെയില്ല. അതിന് മറുപടി ഷൂലിനേക്കർ പറഞ്ഞു, ഹേയ് മോർണിംഗ്, വെറുതെയാണോ സംസാര ഗ്രേവിയാർഡിന്റെ മാസ്റ്ററായി നീല് മാറിയത്? ഇവരുടെ സംഭാഷണം കൗതുകപൂർവ്വം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നീ ബൈജാന് നീലിനോട് ആദ്യം ഒരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോ ഒരു താല്പര്യമൊക്കെ വന്നിട്ടുണ്ട്. നീ ബൈജാൻ ഷൂലിനേക്കറോട് പറഞ്ഞു, ശരിയാ, ഈ പയ്യൻസ് കൊള്ളാം. അയാൾ അത്രേ പറയത്തുള്ളൂ. ബാക്കി 2 പേർക്കും നീലിനോടുള്ള അടുപ്പം നീ ബൈജാന് ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ഷൂലിനേക്കർ അതിന് മറുപടിയായി നീ ബൈജാനോട് പറഞ്ഞു, നോക്ക്, നീലിന്റെ ബോഡിയിൽ ഒരു പ്രത്യേകത പതുക്കെ ദൃശ്യമായി തുടങ്ങുന്നത് കണ്ടോ? ഷൂലിനേക്കർ പറഞ്ഞപ്പോ മോർണിംഗും അതുപോലെ നീ ബൈജാനും നീലിന്റെ ബോഡി ഒന്ന് ശ്രദ്ധിച്ചു. ശരിയാണ്, നീലിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു പ്രത്യേക പ്രകാശം ഉണ്ടായി വരികയാണ്. ആ പ്രകാശം ആ ബോഡിക്ക് ചുറ്റുമായി പതുക്കെ അങ്ങനെ വ്യാപിച്ചു വരുമ്പോൾ നീലിന്റെ ബോഡിക്കുള്ളിൽ നീലിന്റെ ഡാൻറ്റേന് സമീപത്തായി ഒരു ബ്ലാക്ക് ഹോള് നീലിന് അനുഭവപ്പെടുകയാണ്. ശരിക്കും അറ്റം എന്തെന്നറിയാത്ത ശൈലിയിലുള്ള ഒരു കറുത്ത ഹോളാണ് നീലിന് അനുഭവപ്പെട്ടിരിക്കുന്നത്. നല്ല കറുപ്പ്. ആ കറുപ്പ് രൂപപ്പെട്ട സമയത്ത് തന്നെ അത് ചുറ്റുമുള്ള ബ്ലഡ് എനർജി ആ ഹോളിലേക്ക് വലിച്ചെടുക്കുകയാണ്. ശരിക്കും വല്ലാത്തൊരു അബ്സോർഷൻ പവർ ആ ബ്ലാക്ക് ഹോളിന് ഉള്ളതായി നീൽ അനുഭവപ്പെടുകയും ചെയ്തു. ആ ബ്ലാക്ക് ഹോള് നീലിന്റെ ബോഡിക്കുള്ളിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നീലിന്റെ ബോഡി ബ്ലഡ് എനർജി വലിച്ചെടുക്കും പോലെ ആരെങ്കിലും അത് ശ്രദ്ധിക്കുകയാണെങ്കിലും മനസ്സിലാക്കത്തുള്ളൂ. നീലിന്റെ ആ ആഗിരണ ശേഷി കൂടി എന്ന് മാത്രമേ പുറത്തു നിൽക്കുന്ന ആൾക്ക് തോന്നത്തുള്ളൂ. പക്ഷെ അകത്ത് നീലിന്റെ സാധാരണഗതിയിലുള്ള അബ്സോർപ്ഷന് പുറമെ ഒരു അബ്സോർപ്ഷൻ കൂടി സംഭവിക്കുകയാണ്. ആ ബ്ലാക്ക് ഹോള് നീലിന്റെ ബോഡി എന്ന ആ മാധ്യമത്തിലൂടെ ബ്ലഡ് എനർജിയും ബ്ലഡ് എസൻസും ഒക്കെ വലിച്ചെടുക്കുന്ന ആ പ്രക്രിയ വളരെ വ്യക്തമായി ഷൂലിനേക്കർ മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ട് ഷൂലിനേക്കർ മോർണിംഗിനോട് പറഞ്ഞു, മോർണിംഗ്, നീലിന്റെ ബ്ലഡ് ലൈൻ കുറച്ചുകൂടി ആക്റ്റീവായി. അതെ, ടൂംബ് മാസ്റ്ററുടെ ആ റീഇൻകാർണേഷൻ ബ്ലഡ് ലൈൻ ആക്റ്റീവായി തുടങ്ങിയാണ്. അതിന് മറുപടിയായി നീ ബൈജാൻ പറഞ്ഞു, അതെ, ഈ റീഇൻകാർണേഷൻ ബ്ലഡ് ലൈൻ ഇതിനു മുമ്പ് ഞാൻ ആരിലും കണ്ടിട്ടില്ല. പക്ഷെ ഒരാളിൽ റീഇൻകാർണേഷൻ ബ്ലഡ് ലൈൻ പണ്ട് ഉണ്ടായിരുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ ഒരുപാട് ശൈലിയിലുള്ള ബ്ലഡ് ആളുകൾക്കുണ്ടാകും, ജീവികൾക്ക്. പക്ഷേ ഈ റീഇൻകാർണേഷൻ ബ്ലഡ് ലൈൻ അങ്ങനെ ആർക്കെങ്കിലും ഉള്ളതായി
അധികം ആരും കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഉള്ള ഒരാള് നേരത്തെ ഉണ്ടായിരുന്നു. ആ ആളിന്റെ ബ്ലഡ് ലൈൻ ഒരു ഐതിഹ്യമായി അങ്ങനെ നിലനിൽക്കുമ്പോൾ ഇത് ആ സംസാര ഗ്രേവ്യാർഡിന്റെ മാസ്റ്റർ നീൽഗിരിയുടെ ബ്ലഡ് ലൈനിൽ അതിന്റെ സാന്നിധ്യം കണ്ടു തുടങ്ങിയാണ്. ഷൂലിനേക്കറുടെ മുഖത്ത് ശരിക്കൊരു പുഞ്ചിരിയുണ്ട്. നീലിന്റെ ആ ബ്ലഡ് ലൈൻ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ശൈലിയിൽ ഡെവലപ്പ് ആവുകയാണെങ്കിൽ നീലായിരിക്കും ഈ പ്രപഞ്ചത്തിലെ സകല ജനനവും മരണവും നിയന്ത്രിക്കുന്ന സംസാര നിയന്ത്രിക്കാൻ പോകുന്നത്. സംസാര ഗ്രേവ്യാർഡിന്റെ മാസ്റ്ററിൽ നിന്ന് സംസാരയുടെ മാസ്റ്ററായി നീൽഗിരി മാറും. ആ ഒരു ചിന്ത ഷൂലിനേക്കറുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു വല്ലാത്ത പുഞ്ചിരി അദ്ദേഹത്തിന്റെ മുഖത്ത് ദൃശ്യമായി. മോർണിംഗ് ഷൂലിനേക്കറോട് പറഞ്ഞു, ടു മാസ്റ്റർ ശരിക്കും നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരുടെ തടവറയിലുള്ള അവരുടെ യഥാർത്ഥ ബോഡി മോചിപ്പിക്കാൻ അവർക്ക് സ്വാഭാവികമായും നീൽഗിരിയുടെ സഹായം വേണം. നീൽഗിരിക്ക് ആ സഹായം ചെയ്യാൻ കഴിയണമെങ്കിൽ നീലിന്റെ ശക്തി വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. നീലിന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്ന കടമ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സംസാര ഗ്രേവ്യാർഡിനകത്തുള്ള ഈ സോളുകൾക്കുള്ളത്. അവരുടെ യഥാർത്ഥ സോള് ശരിക്കും അവരുടെ ഒറിജിനൽ ബോഡി തന്നെയാണുള്ളത്. ആ ആത്മാവിന്റെ ഒരു ചെറിയൊരു അംശം, വളരെ നേർത്തൊരു അംശം, അത് ഈ സംസാര ഗ്രേവ്യാർഡിനകത്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് അത് ചെയ്തത്, എങ്ങനെയാണ് അത് ചെയ്തത്, അതൊക്കെ സ്വാഭാവികമായിട്ടും ഷൂലിനേക്കറിനാണെങ്കിലും മോർണിംഗിനാണെങ്കിലും അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. അവർക്ക് ഓർമ്മ വരുമ്പോൾ അവര് ഈ സംസാര ഗ്രേവ്യാർഡിനകത്ത് ഉണ്ട്. അവരുടെ ഒറിജിനൽ ബോഡി അങ്ങ് വിദൂരതയിൽ എവിടെയോ ആണെന്നും അവർക്കറിയാം. അവർക്കിപ്പോ കഥ വ്യക്തവുമാണ്. അവരുടെ ഒറിജിനൽ ബോഡി രക്ഷിക്കാനായി ഒരേ ഒരാൾക്കേ കഴിയൂ. ആ ആളാണ് നീൽഗിരി. ആ നീൽഗിരിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ അവരവരുടെ അറിവുകൾ പകരുകയും വേണം. നീലിലേക്ക് അവരുടെ മുഴുവൻ അറിവുകളും പകരാമെന്ന് വെച്ചാൽ അവിടെ ഒരു തടസ്സമുണ്ട്. നീലിന്റെ കൾട്ടിവേഷൻ ലെവലും അതുപോലെ നീലിന്റെ ഫിസിക്കൽ ബോഡി ലെവലും വളർന്നാൽ മാത്രമേ മോർണിംഗിനും ഷൂലിനേക്കർക്കും അതുപോലെ നീ ബൈജാനൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ നീലിന് പ്രാവർത്തികമാക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് താങ്ങാനുള്ള കപ്പാസിറ്റി നീലിനുണ്ടാവും. ഒരുപാട് സ്കിൽ സെറ്റ്, ഒരുപാട് പുതിയ അറിവുകൾ നീൽ ഇപ്പോ സ്വയത്തമാക്കിയിട്ടുണ്ട്. നീലിനെ ആദ്യം കാര്യങ്ങൾ പഠിപ്പിച്ച ലിയോ ആന്റൺ മുതൽ ഇപ്പോ അവസാനം നീലിനെ പഠിപ്പിക്കുന്ന നീ ബൈജാൻ വരെയുള്ള ആളുകൾ നീലിലേക്ക് പകർന്നു കൊടുത്തിരിക്കുന്ന അറിവുകൾ പൂർണ്ണമായും നീലിന് ഇതുവരെയും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീലിന്റെ കൾട്ടിവേഷൻ ഓരോ ലെവലിൽ കയറുമ്പോഴും നീലിന് ഉപയോഗിക്കാൻ കഴിയുന്ന അറിവുകൾ നീലെടുത്ത് ഉപയോഗിച്ച് വരുന്നു എന്ന് മാത്രം. നീലിന്റെ ശേഖരത്തിൽ ഒരുപാട് അറിവുകളുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഫോർമേഷൻസ് നീലിന് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഉണ്ട്. പക്ഷെ നീലിന് മനസ്സിലാകാത്ത ചില ഫോർമേഷൻസും നീലിന്റെ അറിവിന്റെ ശേഖരത്തിലുണ്ട്. അത് അറിയാനും അത് ഉണ്ടാക്കാനും നീലിന് കപ്പാസിറ്റി ഉണ്ടാവണമെങ്കിൽ നീലിന്റെ കൾട്ടിവേഷൻ ലെവൽ ഉയരേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നീല് പഠിച്ചിരിക്കുന്ന പല സോഡ് ടെക്നിക്കുകൾ. ആ സോഡ് ടെക്നിക്കുകൾ അതിന്റെ പാരമ്യത്തിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നീലിന്റെ കപ്പാസിറ്റി ഉയരണം. അതുപോലെ തന്നെയാണ് ലെൻ ക്ലിൻസ്മാൻ നീലിന് പകർന്നു കൊടുത്തിരിക്കുന്ന മെഡിക്കൽ അറിവുകളും. അതും ഒരു വലിയ കടലായി നീലിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോ ഷൂലിനേക്കറും മോർണിംഗും വെയിറ്റ് ചെയ്യുന്നതും അവരുടെ അറിവുകൾ അവസാനമായി നീലിലേക്ക് കൈമാറ്റം ചെയ്യാനാണ്. അവർ മൂന്ന് പേരും ഈ വിവരങ്ങളൊക്കെ അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴേക്കും നേരം പുലർന്നു കഴിഞ്ഞു. നേരം പുലർന്നതും നീൽഗിരി ആ വീപ്പിൽ നിന്ന് എണീറ്റു. വീപ്പിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ നീലിനെ അറിയാം നീലിന്റെ ശക്തി ശരിക്കും വർദ്ധിച്ചിരിക്കുകയാണ്. ശരിക്കും ശക്തി വർദ്ധിച്ചതിന്റെ ഒരു വല്ലാത്ത ഫീല് നീലിന് ഫീൽ ചെയ്യുന്നുണ്ട്. നീല് ആ സ്ഥലത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അങ്ങ് വിദൂരതയിൽ കടന്ന് ഒരു മലയിലേക്ക് നോക്കി വെറുതെ ഒന്ന് പഞ്ച് ചെയ്തു. ഒരു കൂൾ പഞ്ച് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാതെ. നീലിന്റെ പഞ്ച് ആ എയറിൽ അങ്ങനെ പതിച്ചതും ആ എയർ ശരിക്കും ഒരു റോക്കറ്റ് പോകും പോലെ ഒരൊറ്റ കുതിപ്പ്. ആ പഞ്ച് വളരെ കൃത്യമായി ചാനലൈസ് ചെയ്താണ് നീല് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പഞ്ചിന്റെ വിഡ്ത്ത് വളരെ കുറവാണ്. ഒരു നേർരേഖയിൽ ആ കാറ്റിങ്ങനെ പാഞ്ഞു പോകുമ്പോൾ നീല് ആ കാറ്റിന്റെ ശക്തി സ്വയം അറിയുന്നുണ്ട്. ആ കാറ്റ് കൊടുങ്കാറ്റിന്റെ ശക്തിയോടുകൂടി നേരെ ചെന്നിടിച്ചത് അങ്ങ് വിദൂരതയിൽ കാണുന്ന ഒരു മലയിലാണ്. ആ മലയിൽ ആ കാറ്റിടിച്ചതും ആ മല ആ ഭാഗം വെച്ചങ്ങ് പൊട്ടിപ്പിളരുകയാണ്. ഒരു സ്ഫോടനം അവിടെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഈസ്റ്റ് രാജധാനിയിലെ ആളുകളൊക്കെ ശബ്ദം കേട്ട് ഞെട്ടി പുറത്തേക്കിറങ്ങി അങ്ങ് വിദൂരതയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു മല ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. അഗ്നിപർവ്വത സ്ഫോടനം എന്നൊക്കെ പറയുന്ന ശൈലിയിൽ ഒരു സ്ഫോടനം. എന്താണ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് അവിടെ അങ്ങനെ ഒരു സ്ഫോടനത്തിന് കാരണമായത് എന്ന് ചോദിച്ചാൽ അവർക്ക് ആർക്കും അറിയില്ല. പക്ഷെ ആ നിമിഷത്തിൽ ജൽ ടിയാന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജൽ ടിയാൻ അദ്ദേഹത്തിന്റെ തല ഒന്ന് തിരിച്ച് നീൽഗിരി കൾട്ടിവേഷൻ നടത്തുന്ന ആ ഭാഗത്തേക്ക് ഒന്ന് നോക്കി. ജൽ ടിയാന്റെ ആ നോട്ടം ശരിക്കും കൃത്യമായിട്ടും ആ കൾട്ടിവേഷൻ പ്ലേസിന് സമീപത്തുള്ള ആ തുറസായ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ രണ്ട് കൈയും പൊറൽ കെട്ടി നീൽഗിരി അങ്ങനെ അക്ഷോഭ്യനായി നിൽക്കുകയാണ്. ആ കാഴ്ച ജൽ ടിയാൻ ഉണ്ടാക്കിയ സന്തോഷത്തിന് അതിരുകളില്ല എന്ന് പറയാം.
അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ബോഡി റിഫൈനിങ് ലാൻഡിൽ നീലിനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ച വ്യക്തി. അദ്ദേഹം ഫോളോ ചെയ്യുന്നത് ശരിക്കും നീൽഗിരിയെ അല്ല, സിന്നർഗിരിയാണ്. ആ സിന്നർഗിരിയെ ഫോളോ ചെയ്യാൻ താൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും നല്ലതാണെന്ന് ഒരിക്കൽ കൂടി ഈ കാഴ്ച ജനറൽ ടിയാനോട് വിളിച്ചു പറയുകയാണ്. നീല് ആ തകരുന്ന മലയിലേക്ക് നോക്കിയിട്ട് വീണ്ടും കൾട്ടിവേഷൻ മുറിയിലേക്ക് കടന്നു. നീലിപ്പോ ഒരുപാട് സാധനങ്ങൾ കൈവശം വെച്ചിരിക്കുകയാണ്. ആ ഈസ്റ്റേൺ കിങ്ങിൽ നിന്ന് കിട്ടിയ ആ സാധനങ്ങൾ നീല് ഒന്നൊന്നായി ഉപയോഗിച്ചു തുടങ്ങി. അത് പലതും നീലിന്റെ കൾട്ടിവേഷൻ ലെവല് വർദ്ധിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. നീല് തന്റെ കൾട്ടിവേഷൻ ലെവൽ വർദ്ധിപ്പിക്കുന്ന ആക്ടിവിറ്റീസുമായി ആ കൾട്ടിവേഷൻ റൂമിൽ അങ്ങനെ കഴിയുമ്പോഴേക്കും നീൽഗിരി ആവശ്യപ്പെട്ട അനുസരിച്ച് വെസ്റ്റേൺ രാജാവും സദേൺ രാജാവും അവരുടെ പരിവാരങ്ങളുമായി അവിടെ ഈസ്റ്റേൺ രാജധാനിയിൽ എത്തിയിരിക്കുകയാണ്. ആ രണ്ട് ഡിവൈൻ രാജാവും അവിടെ വരുമ്പോൾ അവർക്കൊരു വല്ലാത്ത അതിശയം. ആ എൻറ്റയർ മേഖലയും ആകെ മാറിയിരിക്കുകയാണ്. അവരെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ മുന്നിൽ നിന്നത് സാക്ഷാൽ ബൈഷാനാണ്. ബൈഷാൻ ഈസ്റ്റേൺ കിങ് എന്ന നിലയിൽ വളരെ പ്രസിദ്ധനാണ്. ബൈഷാന്റെ പൊസിഷൻ ഇപ്പൊ കിങ് എന്ന് മാറി ജനറൽ എന്നായിരിക്കുകയാണ്. ജനറൽ ബൈഷാൻ അകത്തേക്ക് വരുന്ന ആ രാജാക്കന്മാരെ ഹൃദയപൂർവ്വം ഇൻവൈറ്റ് ചെയ്തു. ശരിക്കും സൗഹാർദ്ദപൂർവ്വം ഇൻവൈറ്റ് ചെയ്യാണ്. വരണം നിങ്ങളെ ഞങ്ങളുടെ രാജാവ് കാത്തിരിക്കുകയാണ്. ബൈഷാൻ ആ ഡയലോഗ് പറഞ്ഞപ്പോ വെസ്റ്റേൺ രാജാവിനും അതുപോലെ സദേൺ രാജാവിനും വല്ലാത്തൊരു അമ്പരപ്പ്. സൗത്തും വെസ്റ്റും നോർത്തും ഈസ്റ്റും എടുക്കുമ്പോൾ ഈ നാലിൽ ഏറ്റവും ശക്തൻ ആരെന്ന് ചോദിച്ചാൽ അത് ഈസ്റ്റേൺ രാജാവാണ്. ആ ഈസ്റ്റേൺ രാജാവ് ബൈഷാൻ ഇത് അദ്ദേഹത്തിന്റെ രാജപദവി ഉപേക്ഷിച്ച് ഒരു ജനറലായി മാറി പുതിയ രാജാവിന് വേണ്ടി ആളുകളെ സ്വീകരിക്കുകയാണ്. അത് ശരിക്കും അങ്ങോട്ട് നമ്മുടെ ഈ വെസ്റ്റേൺ രാജാവിന് മനസ്സിലായില്ല. വെസ്റ്റേൺ രാജാവിന്റെ അടുത്ത് നീലിന്റെ ദൂതൻ എത്തിയപ്പോ ആ ദൂതനോട് വളരെ മാന്യമായി പെരുമാറിയ കക്ഷിയാണ് വെസ്റ്റേൺ രാജാവ്. പക്ഷെ അങ്ങനെ പെരുമാറിയെങ്കിലും അയാളുടെ ഉള്ളിൽ ഒരു കാര്യം ഉറപ്പായും അങ്ങനെ പതിഞ്ഞു നിൽപ്പുണ്ട്. അത് ഈ സ്ഥലത്തെ ചക്രവർത്തിയുടെ ശക്തിയെക്കുറിച്ചുള്ള ധാരണയാണ്. ഡിവൈൻ എംപറർ ക്യൂൻ ഷാൻ ശരിക്കും അതിശക്തനാണ്. ഈസ്റ്റേൺ രാജാവായ ബൈഷാൻ തോറ്റുപോയത് ക്യൂൻ ഷാനിന് മുന്നിലാണ്. ശരിക്കും ക്യൂൻ ഷാൻ ബൈഷാനെ തോൽപ്പിക്കാനായി ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിന്റെ സപ്പോർട്ട് തേടി, അതുകൊണ്ടാണ് വിജയിച്ചതൊക്കെ ഈസ്റ്റേൺ രാജാവായ ബൈഷാൻ പറയുമെങ്കിലും ശരിക്കും ബൈഷാനേക്കാൾ ശക്തനാണ് ക്യൂൻ ഷാൻ എന്ന് ഈ വെസ്റ്റേൺ രാജാവിന് അറിയാം. അതുകൊണ്ടാണ് ക്യൂൻ ഷാൻ ചക്രവർത്തി ആയിരിക്കുന്നത്. അല്ലാതെ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം ചക്രവർത്തി ആയതല്ല. ചക്രവർത്തി ആകാൻ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ സഹായിച്ചു എന്നത് സംശയമില്ലാത്ത കാര്യവുമാണ്. പക്ഷെ ഇപ്പോ ആ ചക്രവർത്തി പദത്തിൽ പുള്ളി നിലനിൽക്കുന്നത് സ്വന്തം ശക്തി കൊണ്ടാണ്. ആ ശക്തിന് മുന്നിൽ ഈ സിന്നർഗിരി ഒന്നുമേ അല്ല. അതുകൊണ്ട് തന്നെ സിന്നർഗിരിയെ ഈ ബൈഷാൻ കണ്ണുമടച്ച് ഫോളോ ചെയ്യുന്നത് ആത്മഹത്യാപരമാണെന്നുള്ള ഒരു ചിന്തയാണ് വെസ്റ്റേൺ രാജാവിനുള്ളത്. വെസ്റ്റേൺ രാജാവ് തന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന ആ ബൈഷാനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അയാളോടായി പറഞ്ഞു, ഹേയ് ബൈഷാൻ, താനിപ്പോ ഇവിടുത്തെ ജനറലാണ്. ഒരു ജനറൽ അല്ല രാജാവിനെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. അതാത് രാജ്യത്തെ രാജാവ് തന്നെയാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടത്. എവിടെ നിങ്ങളുടെ രാജാവ്? അത് കേട്ടതും ബൈഷാന് ശരിക്കും ദേഷ്യം ഇരച്ചു കയറുകയാണ്. ബൈഷാൻ ആ വെസ്റ്റേൺ രാജാവിനെ നോക്കി അലറുകയാണ്, ഏയ് മാർട്ടിൻ, താൻ തലമറന്ന് എണ്ണ തേക്കുകയാണെന്ന് മറക്കരുത്. താൻ ഞങ്ങളുടെ രാജാവിനെ വില കുറച്ച് കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ബൈഷാൻ ശരിക്കും തന്റെ ഡിഫൻസ് സിന്നർഗിരിയുമായി കണക്ട് ചെയ്ത നടത്തുന്നത്. അത് മനസ്സിലാക്കിയ ആ മാർട്ടിൻ ഉറക്കെ ബൈഷാനോട് പറഞ്ഞു, ഹേയ് ബൈഷാൻ, താൻ ശരിക്കും അധപ്പതിച്ചു എന്ന് കേട്ടപ്പോൾ ഇത്രയും സംഭവിച്ചു കാണുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. താൻ വലിയ രാജാവൊക്കെ ആയിരുന്ന ആളല്ലേ, ഇപ്പൊ വെറും ജനറലായി ഒരു അടിമയായി മാറിയിരിക്കുകയാണ്. തന്നെയൊക്കെ ഫ്രണ്ടായി കൊണ്ടു നടന്ന ഞാൻ തികച്ചും അപമാനിതനായിരിക്കുകയാണ്. മാറ തന്നെപ്പോലുള്ള ആളുകളോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ വന്നത് ഇവിടുത്തെ ഈസ്റ്റേൺ രാജാവ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോ നോർത്തിന്റെ രാജാവും ഈസ്റ്റിന്റെ രാജാവും നീൽഗിരി ആണല്ലോ. ആ രണ്ട് സ്ഥലവും സിന്നർഗിരിയുടെ അധീനയിലാണെന്ന് അറിയാവുന്ന ഈ മാർട്ടിൻ ആ അറിവിനെ അവിടെ പങ്കുവയ്ക്കുന്നതാണ്. ബൈഷാൻ ഇനി ഈ ചിത്രത്തിലെ ഇല്ല എന്നുള്ള ശൈലിയില അയാളുടെ പെരുമാറ്റം. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ബൈഷാന്റെ ശക്തി ഈ പറഞ്ഞ മാർട്ടിന് മുകളിലാണ്. പക്ഷെ ആ സദസ്സിൽ ഒരു രാജാവിനെ എതിരിടാൻ ഒരിക്കലും ഒരു ജനറൽ തയ്യാറാകില്ല എന്ന വ്യക്തമായ ധാരണ ആ മാർട്ടിനുണ്ട്. അതുകൊണ്ടാണ് മാർട്ടിൻ ഒരു കളി കളിക്കുന്നത്. എന്തായാലും മാർട്ടിൻ ആ കളി ഒന്ന് തുടരുമ്പോൾ ഈ സംഭാഷണത്തിൽ ഒന്നും പങ്കെടുക്കാതെ ആ സദേൺ രാജാവ് ശരിക്കും സൈലന്റായി നിൽക്കുകയാണ്. അയാൾക്ക് ഈ നോർത്തേൺ രാജാവിനെയും ഈസ്റ്റേൺ രാജാവിനെയൊക്കെ അറിയാം. ഈസ്റ്റേൺ രാജാവായ ബൈഷാൻ ശരിക്കും ശക്തനുമാണ്. ആ ബൈഷാനെ വെറും ഒരു ജോലിക്കാരനാക്കി മാറ്റാനുള്ള കപ്പാസിറ്റി സിന്നർഗിരിക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അതങ്ങ് വെറുതെ
കണ്ടും കേട്ടും കളയാൻ കഴിയുന്ന കാര്യമേ അല്ല. സിന്നർ അവരറിയുന്നതിനപ്പുറത്ത് രഹസ്യങ്ങളുള്ള ആളാണ്. അല്ലെങ്കിൽ ഒരിക്കലും ബായിഷാനെ പോലെ ഒരാള് സിന്നറുടെ അനുയായിയായി മാറത്തില്ല. ഈ ബായിഷൻ മാത്രമല്ല അനുയായിയായിരിക്കുന്നത്. ആ നോർത്തേൺ രാജ്യത്തുണ്ടായിരുന്ന ജനറൽ ടിയാനും ആ ഫിൻ അലനും ഉൾപ്പെടെ എല്ലാവരും ശക്തരാണ്. അവരെല്ലാം ഇപ്പൊ ഇതാ സിന്നർഗ്രിയുടെ ശക്തരായ അനുയായികളായി മാറിയിരിക്കുകയാണ്. ശരിക്കും സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടേ പക്ഷം പിടിക്കാവൂ. ആ ഒരു ചിന്തയിലാണ് സദേൺ രാജാവ്. പക്ഷെ ഈ വെസ്റ്റേൺ രാജാവ് മാർട്ടിന് കിട്ടിയ അവസരം കളയാൻ ഒരു മടി. അയാള് ബായിഷാനോട് പറഞ്ഞു, ബായിഷാൻ, താൻ ഒരു കാര്യം മറന്നു പോവുകയാണ്. ഒരു കൊല്ലം കഴിയുമ്പോൾ ഇവിടെ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ നേതാക്കന്മാരെത്തും. അവരെത്തിക്കഴിയുമ്പോൾ പിന്നെ എന്താ സംഭവിക്കാന്ന് തനിക്കറിയാമല്ലോ. ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ നമ്മളെ ഏത് രീതിയിലാ പ്രൊമോട്ട് ചെയ്യുന്നതെന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നും തനിക്കറിയാം. അവരിവിടെ വരുമ്പോൾ താൻ ശത്രുക്കളുടെ ഭാഗത്തേക്ക് ചേർന്നു എന്നറിഞ്ഞാൽ തന്നെ പിന്നെ അവർ വെച്ചേക്കില്ല. തന്നെ മാത്രമല്ല, തന്നെ ഈ രാജാവ് സിന്നർഗ്രിയും അവര് വലിച്ചു കീറി കഷ്ണം കഷ്ണമാക്കി അങ്ങ് ഇല്ലാതാക്കും. അപ്പോ ചെയ്തു പോയ അബദ്ധത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും തനിക്ക് സമയം കിട്ടില്ല. ആ ഡയലോഗ് ഈ വെസ്റ്റേൺ രാജാവ് പറഞ്ഞതും ഉറക്കെ ഒരു ശബ്ദം കേട്ടു. ആരവിടെ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന് അനുകൂലമായി സംസാരിക്കുന്നത്? ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് സകലരുടെയും ശ്രദ്ധ തിരിയുമ്പോൾ സാക്ഷാൽ സിന്നർഗ്രി ആ കൾട്ടിവേഷൻ റൂമിൽ നിന്ന് അവിടേക്ക് വന്ന സിന്നർഗ്രിയെ കണ്ട ബായിഷാന്റെ മുഖത്ത് വല്ലാത്തൊരു അതിശയം. ബായിഷാനും സിന്നർഗ്രിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സിന്നർ ഓവർലോഡ് ബോഡി 3rd ലെവലിലായിരുന്നു. ഇപ്പൊ ഇതാ 6th ലെവലിലാണ് സിന്നർഗ്രി. ഒരു രാത്രി കൊണ്ട് 3 ലെവലാണ് മാറിയിരിക്കുന്നത്. എത്രയോ കാലങ്ങളായി കൾട്ടിവേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് ബായിഷാന്റെ ഓർമ്മയിൽ ഇങ്ങനൊരു സംഭവമേ ഇല്ല. ഓവർലോഡ് ബോഡി 3rd നിന്ന് 4th ഒരാൾ കടക്കണമെങ്കിൽ തന്നെ ഒരുപാട് കാലത്തെ കൾട്ടിവേഷൻ വേണം. ഒരു രാത്രി കൊണ്ട് 4th ഉം 5th ഉം കടന്ന് 6th സിന്നർ എത്തി എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. തികച്ചും അസംഭവമായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. സ്വർഗത്തെ വെല്ലുവിളിക്കാനുള്ള കപ്പാസിറ്റി സിന്നർഗ്രിക്കുണ്ട്. ശരിക്കും പ്രപഞ്ചത്തിൽ വല്ലപ്പോഴൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ സിന്നർഗ്രി. ആ സിന്നർഗ്രിയെ താൻ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും നന്നായി. ഈ ചിന്ത ബായിഷാനും മാത്രമല്ല, ജനറൽ ടിയാനും ഫിൻ അലനും അതുപോലെ ബാക്കിയുള്ള ജനറൽമാർക്കൊക്കെ ഉണ്ട്. അവരുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും ആ ശൈലിയിൽ ആ കാഴ്ച കാണുമ്പോൾ നീല് ആ സദസ്സിന്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. നീല് ആ വെസ്റ്റേൺ രാജാവിനെ ഒന്ന് നോക്കുമ്പോൾ വെസ്റ്റേൺ രാജാവ് നീലിനെ തന്നെ ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ഒരു 30 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ. അതാണ് അവിടെ നിൽക്കുന്ന സിന്നർഗ്രി. ഹേയ് സിന്നർ, തന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. നേരിൽ കാണുന്നത് ഇപ്പോഴാണ്. തനൊരു ജീനിയസാണ്. സമാനതകളില്ലാത്താണ് തന്റെ പ്രതിഭ. അക്കാര്യത്തിൽ നിന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പക്ഷേ സിന്നർ, താൻ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനെ എതിർക്കാൻ തീരുമാനിച്ചപ്പോൾ നഷ്ടമായത് തന്റെ ഭാവിയാണ്. 1 കൊല്ലം പരമാവധി, അതുവരെ മാത്രമേ തനിക്കിനെ പിടിച്ചിരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ തന്നെ 1 കൊല്ലത്തിന്റെ കാര്യം വന്നിരിക്കുന്നു. ഇപ്പൊ തന്നെ ചക്രവർത്തി വിവരം അറിഞ്ഞിട്ടുണ്ടാവും. ചക്രവർത്തി നിന്നെ കണ്ടാൽ ആ നിമിഷം നിന്നെ അവസാനിപ്പിക്കും. മിസ്റ്റർ സിന്നർ, എനിക്ക് താങ്കൾക്ക് നൽകാൻ ഒരു ഉപദേശമേ ഉള്ളൂ. ഇപ്പൊ തന്നെ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ബ്ലഡ് സ്പിരിറ്റ് ക്ലാന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചാൽ, അവരുടെ മാപ്പപേക്ഷിച്ചാൽ അവർ ചിലപ്പോ നിന്നെ കൂടി അവരെ കൂടെ കൂട്ടിയേക്കും. നിന്റെ പ്രതിഭ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവര് നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. വളരെ അപൂർവമായി മാത്രം ആളുകൾക്ക് ലഭിക്കുന്ന ഒരു അസുലഭ അവസരം മിസ്റ്റർ സിന്നർ താങ്കൾക്ക് വരികയാണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഞാൻ വേണമെങ്കിൽ ചക്രവർത്തിയോട് നിങ്ങളെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്യാം. ആ വെസ്റ്റേൺ രാജാവ് മാർട്ടിൻ ആ ഡയലോഗുകൾ പറഞ്ഞു തീരുന്നവരെ നീൽഗ്രി ഒരു അക്ഷരം പോലും വേണ്ടിയില്ല. അയാള് പറഞ്ഞു നിർത്തിയതും നീല് കൈ ജസ്റ്റ് ഒന്ന് അടക്കി. ആ കൈ നീലിന് തുറന്ന് അടയ്ക്കുന്ന ഒരു ആക്ഷനാണ് യഥാർത്ഥത്തിൽ നീലിന്റെ ഭാഗത്തുണ്ടായത്. നീലിന്റെ വലത് കൈ തുറന്ന് ഒന്ന് അടഞ്ഞതും ഒരു കാറ്റ് ആ വെസ്റ്റേൺ രാജാവിനെ ആ നിന്ന സ്ഥലത്ത് നിന്ന് ഒരൊറ്റ വലി. ആ കാറ്റ് അയാളെ വലിച്ച് നേരെ കൊണ്ടുവന്നത് നീൽഗിരിയുടെ കയ്യിലേക്കാണ്. നീല് അയാളുടെ കഴുത്തിൽ പിടിച്ചിരിക്കുകയാണ്. താൻ നിന്നിടത്തുനിന്ന് ആരാണ് തന്നെ വലിച്ച് ഈ ശൈലിയിൽ എത്തിച്ചെന്ന് ആ വെസ്റ്റേൺ രാജാവിന് ഒരു പിടുത്തവുമില്ല. സകലരും അമ്പരപ്പോടെ ആ കാഴ്ച കാണുകയാണ്. ഇപ്പോൾ അവരുടെ മുന്നിൽ സിന്നർ ആ വെസ്റ്റേൺ രാജാവിന്റെ കഴുത്തി പിടിച്ച് പൊക്കി ഇങ്ങനെ വായുവിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു പൂച്ചക്കുഞ്ഞിനെ എടുത്ത് ഉയർത്തി നിർത്തും പോലെ സിന്നർ ആ വെസ്റ്റേൺ രാജാവ് മാർട്ടിനെ എടുത്തെങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുക. ആ കഴുത്തിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് നീൽഗിരി ആ മാർട്ടിനോട് പറഞ്ഞു, തനിക്ക് ഇനി ഒരിക്കൽ കൂടി വാ തുറക്കാനുള്ള അവസരം ഞാൻ നൽകത്തില്ല, പ്രത്യേകിച്ചും ബ്ലഡ് സ്പിരിറ്റ് ക്ലാനെ കുറിച്ച് പറയാൻ. അങ്ങനെ നീല് പറഞ്ഞതും ആ വെസ്റ്റേൺ രാജാവ് പിന്നെയും വാ തുറക്കുകയാണ്. ഹേയ് സിന്നർ, താൻ
എ സിന്നഥാൻ എന്ന് ആ വെസ്റ്റേൺ രാജാവ് പറയുമ്പോഴേക്കും ആളുകൾ ഒരു ശബ്ദം കേട്ടു. ടക് 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 എന്ന ശബ്ദം. ആ വെസ്റ്റേൺ രാജാവ് മാർട്ടിന്റെ കഴുത്തിലെ എല്ലുകൾ ഓടിയുന്ന ശബ്ദമാണ് അവർ കേട്ടത്. ശരിക്കും ആ വെസ്റ്റേൺ രാജാവ് മാർട്ടിന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകും മുമ്പ് അയാളുടെ കഴുത്ത് പൊട്ടിയിരുന്നു. ആ കഴുത്ത് അങ്ങനെ പൊട്ടി അയാളുടെ ജീവൻ ബോഡിയിൽ നിന്ന് നഷ്ടമാകുന്ന സമയത്തും അയാളുടെ മുഖത്തേക്ക് നോക്കുന്ന ഏതൊരാൾക്കും ആ മുഖത്തെ അമ്പരപ്പ് വ്യക്തമായി മനസ്സിലാകും. ശരിക്കും അയാളുടെ കണ്ണുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാത്തതിന്റെ വല്ലാത്തൊരു അമ്പരപ്പുണ്ട്. നീല് ആ ബോഡി തറയിലേക്ക് വലിച്ചുരറ്റേറി. അതിനുശേഷം നീൽഗിരി അവിടെ എത്തിയ ആ സഥേൺ രാജാവിന് നേരെ തിരിഞ്ഞു. എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് കേട്ടതും സഥേൺ രാജാവ് ഇരു കൈകളും കൂപ്പി നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗിരി, ഞാൻ ഈ നിമിഷം മുതൽ അങ്ങയുടെ അനുയായിയാണ്. രാജാവ് അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ഒപ്പമുള്ള ജനറൽമാരും അത് തന്നെ പറയുമല്ലോ. സഥേൺ രാജ്യത്തിലെ മുഴുവൻ ജനറൽമാരും ആ വാക്കുകൾ ആവർത്തിച്ചതും തങ്ങളുടെ രാജാവ് കൊല്ലപ്പെട്ട ആ ഷോക്കിൽ നിന്ന് മോചിതരായ വെസ്റ്റേൺ രാജ്യത്തിലെ ആ ജനറൽമാരും പെട്ടെന്ന് നീൽഗിരിക്ക് പിന്നിൽ മുട്ടുകുത്തി അവരുടെ ആ രാജ്യം പൂർണ്ണമായും സിന്നറെ അനുസരിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. നീല് വിചാരിച്ചതിനേക്കാൾ വേഗതയിൽ കാര്യങ്ങൾക്ക് ഒരു പൂർത്തീകരണം ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ നീല് കരുതുമ്പോൾ ബൈഷൻ നീലിനോട് പറഞ്ഞു, മാസ്റ്റർ, ഇവിടുത്തെ ഏറ്റവും ശക്തൻ നമ്മുടെ ചക്രവർത്തിയാണ്. ആ ആള് ഇപ്പോൾ കൾട്ടിവേഷനിലാണ്. നമ്മൾ അദ്ദേഹത്തെ കൂടെ കൂട്ടിയില്ലെങ്കിൽ അത് പ്രശ്നമാകും. ചക്രവർത്തിയെ കൂടെ കൂട്ടുക അല്ലെങ്കിൽ ചക്രവർത്തിയെ അവസാനിപ്പിക്കുക, അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നീല് എടുക്കേണ്ടി വരും. അതല്ലാതെ ആ ചക്രവർത്തി അങ്ങനെ നിലനിന്നാൽ അത് ഭാവിയിൽ പ്രശ്നമാകുമെന്ന് ബൈഷാന് വ്യക്തമായി അറിയാം. ബൈഷാൻ പറഞ്ഞത് കേട്ടതും നീൽഗിരി ആ മുഴുവൻ ആളുകളെ ഒന്ന് നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും റേഡിയന്റ് ഹാൾ എന്നാണ് അറിയപ്പെടുക. ഈ റേഡിയന്റ് ഹാളിന്റെ ഈ ബോഡി റിഫൈൻമെന്റ് ലാൻഡിന്റെ ചുമതല താൽക്കാലികമായി ഞാൻ ബൈഷാന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ബൈഷാനെ നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുകയും ബൈഷാനെ ഫോളോ ചെയ്യുകയും വേണം. ഈസ്റ്റേൺ രാജാവ് ബൈഷാൻ ശരിക്കും ശക്തനാണ്. ആ ബൈഷാനെ തന്നെ നീല് തന്റെ വലങ്കയെ അങ്ങ് കൂട്ടുകയാണ്. ബൈഷാന് ചുമതല കൊടുത്ത നീൽഗിരി വീണ്ടും തുറന്നു പറയുകയാണ്, ജനറൽ ടിയാനും ജനറൽ ഫിൻ അലനും ബൈഷാന്റെ കൂടെ ഉണ്ടാകണം. നിങ്ങൾ 3 പേരും ആരൊക്കെയാണ് നമുക്ക് കൂടെ കൂട്ടാൻ പറ്റുക എന്ന് ഉടൻ തന്നെ തീരുമാനിക്കണം. നമ്മൾ ഇന്ന് തന്നെ ഡിവൈൻ എംപററുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. അവിടേക്ക് മാർച്ച് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആ ഡിവൈൻ എംപററുടെ ശക്തി എന്താണെന്ന് അറിയണം. നീൽഗിരി അങ്ങനെ പറഞ്ഞതും ഡിവൈൻ എംപറർ എന്താണെന്നും അദ്ദേഹത്തിന്റെ ശക്തി എന്താണെന്നും അദ്ദേഹത്തിന്റെ കീഴിൽ എത്ര ജനറൽമാരുണ്ടെന്നും ആ ജനറൽമാർ ഏതൊക്കെ ലെവലിലുള്ളവരാണെന്നും ഒക്കെയുള്ള എൻറ്റയർ ഡേറ്റയും ആ ടീം അതിവേഗം കളക്ട് ചെയ്യുകയാണ്. ശരിക്കും അവരെ അതിന് സഹായിക്കുന്നത് സഥേൺ കിങ് ആണ്. പുള്ളിക്ക് ഈ ഡിവൈൻ എംപററുടേതായ ആ രാജധാനിയുമായി നല്ല അടുപ്പമുണ്ട്. സുപ്രീം എംപറർ ലെവലിലും ഡാവോ യുവാൻ ലെവലിലുമായി ഒരുപാട് യോദ്ധാക്കൾ ആ ചക്രവർത്തിയുടെ കൂടെ ഉണ്ട്. ആ ചക്രവർത്തി ഇപ്പോ കൾട്ടിവേഷനിലാണ്. അവിടേക്ക് പട നയിച്ച് പോകാനുള്ള നീലിന്റെ തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നത് പിറ്റേന്ന് രാവിലെ മുതലാണ്. പിറ്റേന്ന് രാവിലെ ആ ഡിവൈൻ എംപററുടെ രാജധാനിയിലേക്ക് മാർച്ച് നടത്താനുള്ള ടീമംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് ആ സഥേൺ രാജാവ് ഉൾപ്പെടെയുള്ള ടീം കടക്കുകയാണ്. സഥേൺ രാജാവിന്റെ ആ കിങ് പൊസിഷൻ ഇപ്പോൾ മാറി അദ്ദേഹം ജനറലായി മാറിയിട്ടുണ്ട്. ഈസ്റ്റേൺ ജനറൽ, സഥേൺ ജനറൽ, അങ്ങനെയുള്ള 2 പേരുകളാണ് അവർക്കുള്ളത്. ബൈഷാൻ ഈസ്റ്റേൺ മേഖലയിൽ നിന്നാണെങ്കിൽ സഥേൺ മേഖലയിൽ നിന്നുള്ളത് ലീമാനാണ്. അവർ 2 പേരും ശരിക്കും ശക്തരാണെങ്കിലും ബൈഷാൻ ഒരു പടി മുകളിലാണ്. ഇവര് 2 പേരെക്കാൾ ഒരു പടി താഴെ നിൽക്കും ജനറൽ ടിയാനും ഫിൻ അലനും ബാക്കിയുള്ള ജനറൽമാരും. എന്തായാലും ആ ടീം ആളുകളെ സെലക്ട് ചെയ്ത് തുടങ്ങി. സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളൊക്കെയും സുപ്രീം എംപറർ ലെവലിലെ ആളുകളാണ്. അവരെ എടുത്തതിന് ശേഷം ഡാവോ യുവാൻ ലെവലിലെ ആളുകൾ എടുക്കും. ശരിക്കും എൻ്റെ സുപ്രീം എംപറർ ലെവലിലെ ആളുകളെയും നയിക്കാൻ പോകുന്നത് ഡാവോ യുവാൻ ലെവലിലെ നീൽഗിരിയാണ്. അതിപ്പോ പക്ഷേ അവർക്ക് എല്ലാവർക്കും അറിയാം. ഈ സിന്നർഗിരിയുടെ കൾട്ടിവേഷൻ ലെവല് ഡാവോ യുവാൻ ലെവലിലാണെങ്കിലും ആള് സുപ്രീം എംപറർ ലെവലിലെ 6th, 7th, 8th ലെവലിലുള്ള ആളുകളെയൊക്കെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. അത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ സിന്നർഗിയുടെ കൾട്ടിവേഷൻ ലെവല് അവർക്കൊരു വിഷയമേ അല്ല. നീല് ഈ സമയത്ത് വീണ്ടും തന്റെ കൾട്ടിവേഷനിലേക്ക് ഇറക്കുകയാണ്. ഒരുപാട് സോഴ്സസ് ഇപ്പോൾ അവിടെ ഉണ്ട്. അടിപൊളി ഹെർബ്സും ബ്ലഡ് എനർജിയും ബ്ലഡ് എസൻസും കോറുകളൊക്കെ ലാവിഷായിട്ട് നീലിന് കിട്ടിയിരിക്കുകയാണ്. നീലിനൊപ്പം കൾട്ടിവേഷൻ റൂമിൽ ഇപ്പോൾ ആ ബ്ലഡ് ഡ്രാഗണും അതുപോലെ ലിറ്റിൽ ഗോൾഡും ഉണ്ട്. ഇഷ്ടംപോലെ ബ്ലഡ് എനർജി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് 2 പേർക്കും അത് വലിച്ചെടുക്കാൻ വലിയ ഉത്സാഹമായി. 2 പേരുടെയും കൾട്ടിവേഷൻ ലെവൽ സ്വാഭാവികമായി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത്
അവിടെ ആ രാജധാനിയിൽ പട ഒരുക്കം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഡിവൈൻ എംപററുടെ വസതിയിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ജനറൽമാര് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അതിശക്തരായ സുപ്രീം എംപറേഴ്സിന്റെ ഒരു വൻ നിര തന്നെ ആ ചക്രവർത്തിയുടെ പാലസിനകത്തുണ്ട്. അവര് വളരെ സീരിയസ് ആയി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കുലൻ മലനിരകളിൽ നിന്ന് അവിടേക്ക് കടന്നു കയറി ആ 4 രാജ്യത്തെയും നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന സാക്ഷാൽ സിന്നർ ഗിരിയെ കുറിച്ചാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ ഈ കക്ഷികളെ കുലന്റെ പല ഭാഗത്തുനിന്നായിട്ട് ഇവിടെ ഈ മലയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് ആ മല സീൽ ചെയ്തതിനു ശേഷം ഈ ശൈലിയിൽ ഒരു ആക്രമണം അവര് ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. ശരിക്കും രാക്ഷസന്മാർ എന്നറിയപ്പെടുന്ന ഈ ടീം ഒരു പ്രത്യേക തരത്തിലുള്ള ബ്ലഡുള്ള ആളുകളാണ്. ഇവർക്ക് മൃഗങ്ങളുമായിട്ട് വല്ലാത്തൊരു അടുപ്പമുണ്ടെന്നും മൃഗങ്ങൾ പരിണമിച്ചാണ് ഈ രാക്ഷസന്മാരായതെന്നൊക്കെയാണ് പൊതുവെയുള്ള സങ്കല്പം. കുലനിലെ മറ്റു ആളുകളിൽ നിന്ന് വ്യത്യസ്തരാണ് ഇവർ. ഇവരുടെ ബ്ലഡ് ലൈനിന് പലപ്പോഴും പല മൃഗങ്ങളുടെയും സ്വഭാവ സവിശേഷതകളുണ്ട്. സാധാരണഗതിയിൽ അതിശക്തരായ യോദ്ധാക്കളായി മാറുമ്പോൾ അവര് അവരുടെ എനർജി ഉപയോഗിച്ച് ഓറകൾ സൃഷ്ടിക്കും. ആ ഓറയ്ക്ക് രൂപവും ഭാവമൊക്കെ ഉണ്ടാകും. ഇവിടെ ഈ കക്ഷികളും ഓറ സൃഷ്ടിക്കുമ്പോൾ ആ ഓറ ചിലപ്പോൾ പുലിയായിട്ടും ആനയായിട്ടും പക്ഷിയായിട്ടൊക്കെ മാറുമ്പോൾ യഥാർത്ഥ പക്ഷിയായും ആനയായും പുലിയായിട്ടൊക്കെ അത് തോന്നുകയും ചെയ്യും. കുലനിലെ സാധാരണ യോദ്ധാക്കളും ഈ യോദ്ധാക്കളും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം അവിടെയാണ്. ആ കാഴ്ചയാണ് ഇവരെ രാക്ഷസന്മാരെന്ന് വിളിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ഇവരുടെ ഉള്ളിൽ കുലനിലെ മറ്റ് യോദ്ധാക്കളുടെ ഉള്ളിൽ വളരാത്ത രീതിയിൽ ഒരു കോറ് വളരും. കുലനിലെ യോദ്ധാക്കളുടെ ബോഡിയിൽ ഡാവോ യുവാൻ ലെവലിൽ ഓരോ ഡാവോകളായിട്ട് ഓരോ പാത്തുകളായി കൾട്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ബോഡി മുഴുവൻ അങ്ങ് ലയിച്ചു ചേരുകയാണ് പതിവ്. എന്നാൽ ഇവർക്കാണെങ്കിൽ ചെറിയ കുഞ്ഞ് ഭ്രൂണത്തിന്റെ അവസ്ഥയിലേക്ക് ഉണ്ടായി വരും. അത് ഇവർ ഈ മൃഗങ്ങളുമായി കണക്റ്റഡ് ആണെന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് ആളുകൾ കാണുക. എന്തായാലും ആ സംഭവം, ആ കോറ് നീൽ ഇഷ്ടം പോലെ കിട്ടി. ആ കോറ് ശരിക്കും എനർജിയുടെ ഒരു അവസാന വാക്കാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആ പകലും ആ രാത്രിയും നീൽ പൂർണ്ണമായി കൾട്ടിവേഷനിൽ വ്യാപൃതനായിരിക്കുകയാണ്. നീൽ തന്റെ കൾട്ടിവേഷൻ ടെക്നിക്കുകൾ ഒന്നൊന്നായി അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാര ഗ്രേവ് യാർഡിനകത്ത് നീ ബൈജാനും മോർണിംഗും അതുപോലെ ഷൂലി രേക്കറും ഒക്കെ ആ കാഴ്ച ആവേശപൂർവ്വം കാണുകയാണ്. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കൾട്ടിവേഷനിൽ ഇടപെടുന്ന ഒരാള് തന്റെ ശിഷ്യനായി ഉണ്ട് എന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഷൂ ലിനേക്കർക്ക് വല്ലാത്തൊരു ആവേശം ഫീൽ ചെയ്യും. അദ്ദേഹം ഇതിനു മുമ്പ് ഒരാളെ ശിഷ്യനായി എടുത്തിട്ടില്ല. മോർണിംഗ് ആണെങ്കിൽ മറ്റൊരു മൈൻഡ് സെറ്റാണ്. മോർണിംഗ് ലീനിനെ ഒരു സുഹൃത്തിനെ പോലെയാണ് കാണുന്നത്. ഒരിക്കലും നീൽഗിരിയെ ശിഷ്യനായി കാണാൻ മോർണിംഗിന് പറ്റത്തില്ല. അവരുടെ റിലേഷൻഷിപ്പ് ആ ശൈലിയിലാണ്. ഈ 2 ആളുകളിൽ നിന്ന് വ്യത്യസ്തമാണ് നീ ബൈജാൻ. നീ ബൈജാൻ എപ്പോഴും വളരെ സൈലന്റ് ആയി ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്ന ആളാണ്. ശിഷ്യനായി നീൽഗിരിയെ അംഗീകരിക്കാൻ ഇതുവരെയും നീ ബൈജാന് അങ്ങോട്ട് പറ്റിയിട്ടില്ല. എന്തായാലും ആ പകലും രാത്രിയും അവർ 3 പേരും നീലിനെ അങ്ങനെ നിരീക്ഷിച്ചു വരികയാണ്. ഏതെങ്കിലും ക്രിട്ടിക്കൽ പോയിന്റ് എത്തുമ്പോൾ ഷൂലിനേക്കർ ഇടപെടുന്ന ഷൂലിനേക്കർ നീലിനെ കൃത്യമായി ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യും. ആ പരിപാടി അങ്ങനെ കടന്നു പോകുമ്പോൾ നേരം പുലരുമ്പോഴും അവിടെ ഈ ചക്രവർത്തിയുടെ ആ പാലസിൽ ആ സദസ്സിൽ വളരെ ഗഹനമായ ചർച്ച നടക്കുകയാണ്. കുലൻ മലനിരകളിൽ നിന്ന് അവിടേക്ക് കയറി വന്ന ആ സിനർഗിരിയെ നിലയ്ക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. 4 രാജ്യങ്ങൾ കീഴടക്കിയിരിക്കുന്ന ആ ആള് ഈ ബോഡി റിഫൈൻമെന്റ് ലാൻഡിലെ 4 ഏരിയയും ഇപ്പോ സിന്നറുടെ അധീനതയിലാണ്. അവന്റെ അടുത്ത ടാർഗറ്റ് ഉറപ്പായിട്ടും ഈ രാജധാനി ആയിരിക്കും. അതിന് അവനെ അനുവദിക്കരുത്. അതിനു മുമ്പ് അവനെ വേട്ടയാടി വകവരുത്തണം. അതിനെ പറ്റിയ ഒരു ടീമിനെ അവരിങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് അവിടേക്ക് ഓടി വന്നു. ആ ആള് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തത്. ആ രാജധാനിയിലേക്ക് ഒരു പട വരികയാണ്, ഒരു വൻ സേന. ആ വാർത്ത കേട്ടതും അവരെ ഉടൻ തന്നെ അവിടെ പൊക്കമുള്ള ഒരു സ്ഥലത്തേക്ക് കയറി അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ ആ ദൂതൻ പറഞ്ഞ കാര്യം പൂർണ്ണമായി ശരിയാണെന്ന് ബോധ്യമാകുന്ന ഒരു വിഷ്വലാണ് അവർ കാണുന്നത്. ഒരു കൂറ്റൻ സേന ആ രാജധാനിയിലേക്ക് അങ്ങനെ വരികയാണ്. ആ വരുന്ന ആളുകൾ സകല റീജിയനെയും പ്രതികരിക്കുന്ന ആളുകളാണ്. ഏറ്റവും മുന്നിൽ സാക്ഷാൽ ബായ്ഷാനുണ്ട്, ഈസ്റ്റേൺ രാജ്യത്തിന്റെ ആ പഴയ രാജാവ്. അയാളെ ഇപ്പോ എല്ലാവരും വിളിക്കുക ജനറൽ ബായ്ഷാൻ ആണെന്ന് ഈ ചക്രവർത്തിയുടെ സദസ്സിലെ ആ ജനറൽമാർക്ക് അറിയാം. അവര് പിന്നെ ബാക്കിയുള്ള ആളുകളെയും കണ്ടു. എന്നാൽ ആ ടീമിന്റെ ഏറ്റവും മുന്നിലായി വരുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. ഡാവോ യുവാൻ ലെവലിലുള്ള ഒരു യോദ്ധാവ്. കുലൻ മലനിരകളിൽ നിന്ന് ഈ ബോഡി റിഫൈൻമെന്റ് ലാൻഡിലേക്ക് കടന്നു എന്ന് അവരെ കരുതുന്ന ആ വ്യക്തി തന്നെയാണ് ഏറ്റവും മുന്നിലുള്ളത്. അതും ആരൊക്കെയോ അവിടെ റിപ്പോർട്ട് ചെയ്തു. ആ കാഴ്ച കണ്ടതും
ആ ജനറൽമാരുടെ നേതാവ് ഉടനെ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് നിർദ്ദേശം കൊടുത്തു, സേനയെ അണിനിരത്ത്. അവിടേക്ക് വരുന്ന ആ കൂറ്റൻ സേനയുടെ ലക്ഷ്യം ആ രാജധാനി ആക്രമിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ സേന തയ്യാറാക്കാൻ പറഞ്ഞതും പെട്ടെന്ന് തന്നെ സേന അവിടെ റെഡിയാവുകയാണ്. ഓൾറെഡി അവർ യുദ്ധസന്നദ്ധരായി നിൽക്കുകയായിരുന്നു. അനവധി ജനറൽമാർ അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ നീൽഗിരിയുടെ നേതൃത്വത്തിലുള്ള ടീം ആ കൊട്ടാരത്തിന് മുന്നിലെ വിശാലമായ ആ മൈതാനത്തെത്തി. രണ്ട് ശക്തരായ ടീമുകൾ മുഖാമുഖം അണിനിരക്കുകയാണ്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സിനർഗിരിയെ നോക്കി എംബറുടെ രാജ്യത്തെ ജനറൽമാരിൽ നമ്പർ 1 എന്ന് വിളിക്കാൻ കഴിയുന്ന ആള് ഉറക്കെ പറഞ്ഞു, ഏയ് സിനർഗിരി, തന്നെ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് അറിയാതെ ഞങ്ങള് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് നീ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത്. നീ കാണിക്കുന്ന ഈ ധിക്കാരം ശരിക്കും നീ അറിഞ്ഞിട്ട് കാണിക്കുന്നോടോ എന്നെനിക്ക് സംശയമുണ്ട്. നിനക്കൊപ്പമുള്ള ആളുകൾ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സിനർ, ഇത് ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. ഇവിടെ നീ കാണിച്ചു കൂടിയതൊക്കെയും ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ആ പ്രഭുക്കന്മാർ ഇവിടെ എത്തുമ്പോൾ അവരെ എത്രത്തോളം ദേഷ്യപ്പെടുത്തും എന്ന് നിനക്കറിയാവൂ. അവരുടെ ദേഷ്യത്തിന് മുന്നിൽ നീയും നിന്റെ കുടുംബവും നിശേഷം ഇല്ലാതായി പോകും. അതുകൊണ്ട് ഞാൻ ഒരു ഉപദേശം നൽകാം. ഇപ്പോ നീ ഞങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങി നിന്റെ സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞാൽ നിനക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ദേഷ്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഞങ്ങള് ഒരു ശ്രമം നടത്താം. ആ ജനറൽ അങ്ങനെ പറഞ്ഞതും നീല് വലത് കൈയെന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ നീല വലത് കൈയെന്ന് ശക്തമായ ഒരു പ്രകാശം ആകാശത്തേക്ക് ഉയർന്ന് താഴേക്ക് ഒരൊറ്റ പതിപ്പ്. നീളുടെ കയ്യിൽ നിന്ന് ശക്തമായ പ്രകാശം ആകാശത്തേക്ക് ഉയരുകയാണ്. ആളുകളുടെ ശ്രദ്ധ ആകാശത്തേക്ക് പെട്ടെന്നിങ്ങനെ ഉയരുമ്പോൾ ആകാശത്ത് നിന്ന് മിന്നലുകളുടെ ഒരു പ്രളയം തന്നെ താഴേക്കുണ്ടായി. ലൈറ്റനിങ്, അതിശക്തമായ മിന്നല് വളരെ ശ്രദ്ധാപൂർവം ഒരു പോയിന്റിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആ പോയിന്റ് എന്ന് പറയുന്നത് നീൽഗിരിയോട് സംസാരിച്ച ആ ജനറലാണ്. കണ്ണടച്ച് തുറക്കുമ്പോൾ അതങ്ങ് സംഭവിച്ചു. നീല് വലത് കൈയൊന്ന് ഉയർത്തിയതും ആകാശത്തേക്ക് പാഞ്ഞ പ്രകാശം അനവധി മിന്നലുകളായി ഒരൊറ്റ പോയിന്റിലേക്ക് ഒരൊറ്റ കുതിപ്പ്. ആ കുതിപ്പ് പതിച്ചത് സാക്ഷാൽ ജനറലിന്റെ പുറത്താണ്. തുരുതുരാ മിന്നലുകൾ അയാളുടെ പുറത്തടിച്ചതും അയാൾ കഷ്ടങ്ങളായി അങ്ങ് ചിതറി. ഈ കാഴ്ച ചക്രവർത്തിയുടെ സദസ്സിലെ ആ ജനറൽമാരെയും പട്ടാളക്കാരെയും എന്ത് എന്ന് പറയാൻ കഴിയാത്ത ഒരു ഭാവത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആകാശത്തുനിന്ന് മിന്നലുകൾ ഉണ്ടാകുന്നത് അവരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തിലെ ഊർജ്ജം ഉപയോഗിച്ച് മിന്നൽ സൃഷ്ടിക്കുമെന്ന് അവര് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. പക്ഷെ ആ കാഴ്ച അവര് കാണുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. നീലിനൊപ്പമുള്ള ആ സേനയിലെ ആളുകൾക്ക് ഈ കാഴ്ച വല്ലാത്ത ആവേശം ഉണ്ടാക്കുകയാണ്. അവരുടെ ലീഡർ ഇത് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. സകലരും സ്റ്റക്കായി നിൽക്കുമ്പോൾ നീൽഗിരിയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടു. ഏയ് ക്യൂൻഷാൻ, ഇറങ്ങി വാ, ക്യൂൻഷാൻ ഇറങ്ങി വാ എന്ന് നീല് പറയുമ്പോൾ ആ ചക്രവർത്തിയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും ഒന്ന് ഞെട്ടിയെന്ന് തന്നെ പറയാം. അവരുടെ ചക്രവർത്തിയുടെ പേരാണ് ക്യൂൻഷാൻ. ആ ക്യൂൻഷാൻ കുറെ നാളുകളായി ഒറ്റയ്ക്ക് കൾട്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും സെക്ലൂഡഡ് കൾട്ടിവേഷൻ എന്ന് പറയാം. ഒരാളെയും ശല്യം ചെയ്യാൻ അനുവദിക്കാതെ ഒറ്റയ്ക്ക് ആ കൾട്ടിവേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന അയാൾ ഏതോ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അയാളുടെ ആരും ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി അയാളുടെ കൾട്ടിവേഷൻ മുറിക്ക് ചുറ്റുമായി കാവലും ഇട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും നീലിന്റെ ഉറക്കെയുള്ള ശബ്ദം വ്യക്തമായിട്ട് തന്നെ ആ കാവൽക്കാരെ മറികടന്ന് ആ കൾട്ടിവേഷൻ മുറിക്കകത്തെത്തി കൃത്യമായും ആ ചക്രവർത്തി ക്യൂൻഷാന്റെ ചെവിയിൽ എത്തിക്കുകയും ചെയ്തു. ആ ക്യൂൻഷാൻ ഇറങ്ങി വാ എന്ന വാചകം വളരെ വ്യക്തമായി അയാൾ കേട്ടു. അയാൾ പെട്ടെന്ന് കണ്ണു തുറന്നു. അയാൾ കണ്ണു തുറക്കുമ്പോൾ അയാൾ വീണ്ടും കേൾക്കുകയാണ്, ക്യൂൻഷാൻ, നിന്റെ ഈ രാജധാനിയിലെ നിരപരാധികളെ കൊന്നുടയ്ക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ നിന്നെ നേരിടാനാണ് ഇവിടം വരെ എത്തിയത്. നിനക്ക് ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരുമായിട്ട് അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ട് ഇനിയും തുടരാൻ ഞാൻ അനുവദിക്കത്തില്ല. ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻ കൂട്ടുകെട്ട് എന്നൊക്കെ പറയുന്നതിനിടയിൽ ഞാൻ എന്ന പദം അനവധി തവണ കടന്നു വന്നത് സ്വാഭാവികമായിട്ടും ചക്രവർത്തി ക്യൂൻഷാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ക്യൂൻഷാൻ കുറെ നാളുകളായി കൾട്ടിവേഷൻ മുറിയിൽ അങ്ങനെ ഒറ്റയ്ക്ക് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബോഡി റിഫൈനിങ് ലാൻഡിനകത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പുള്ളിക്ക് ഒരു പിടിയില്ല. അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എണീറ്റു. തന്റെ രാജധാനിയിൽ വന്ന് തന്നെ വെല്ലുവിളിക്കുക. അവിടെ നിന്ന് ചാടി ഇറങ്ങിയ ക്യൂൻഷാൻ അതിവേഗം ആ സേനയുടെ മുന്നിലേക്ക് എത്തി. അവിടെ എത്തുമ്പോൾ അയാൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ബോഡി റിഫൈൻമെന്റ് ലാൻഡിലെ 4 സെക്ഷനുകളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ ഇതാ ഒരു ചെറുപ്പക്കാരന്റെ പിന്നിലായി
അണിനിരന്ന് തന്നെ നേരിടാൻ എത്തിയിരിക്കുകയാണ്. അമ്പരപ്പോടെ ആ ആളുകൾ നോക്കുമ്പോഴാണ് ക്യൂൻഷാൻ സാക്ഷാൽ ബായ് ഷാനെ കാണുന്നത്. നേരത്തെ ചക്രവർത്തിയാകാനുള്ള ഫൈറ്റിൽ താൻ പരാജയപ്പെടുത്തിയ അതേ ബായ് ഷാൻ ഇത് തന്നെ എതിരിടുന്ന ടീമിന്റെ ഭാഗമായി അവിടെ എത്തിയിരിക്കുകയാണ്. ബായ് ഷാനെ കണ്ടതും ക്യൂൻഷാൻ ബായ് ഷാനോട് ചോദിച്ചു, ഹേയ് ബായ് ഷാൻ, നിനക്കെന്താണോ വട്ടായോ? ക്യൂൻഷാൻ, ആർക്കാണ് വട്ടായതെന്ന് താമസിയാതെ താൻ മനസ്സിലാക്കും. ക്യൂൻഷാൻ, സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. ഇപ്പോ ഈ നിമിഷം നീ ഞങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങിയാൽ നിനക്ക് ഞങ്ങളോടൊപ്പം അങ്ങ് കൂടാം, അല്ലെങ്കിൽ നിന്റെ മരണം സുനിശ്ചിതമാണ്. ബായ് ഷാന്റെ ഡയലോഗ് കേട്ടപ്പോ ശരിക്കും എന്ത് പറയണമെന്നറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ക്യൂൻഷാൻ. ക്യൂൻഷാൻ സുപ്രീം എംപർ ലെവലിലെ 9th സ്റ്റേജിൽ നിൽക്കുന്ന ആളാണ്. അയാൾ സെമി ഡിവൈൻ കിങ് ലെവലിലേക്ക് കടന്നിട്ടില്ല എന്ന് മാത്രം. ബായ് ഷാനും 9th ലെവലിലാണല്ലോ. എന്നാൽ അയാളും ഓവർലോഡ് ബോഡി 6th ലെവലുകാരനാണ്. ബായ് ഷാൻ 3rd ലെവലിലാണ്. ബോഡി ലെവലിൽ ഓവർലോഡ് ബോഡിയുടെ 6th ലെവൽ. എന്നാൽ സ്പിരിച്വൽ എനർജിയുമായി കണക്ട് ചെയ്ത കൾട്ടിവേഷന്റെ കാര്യത്തിലാണെങ്കിൽ സുപ്രീം എംപർ ലെവലിന്റെ പീക്ക് സ്റ്റേജിലുമാണ്. ഏത് ശൈലിയിൽ നോക്കിയാലും ആ കൂട്ടത്തിലെ ഏറ്റവും ശക്തൻ ഇപ്പോ സാക്ഷാൽ ക്യൂൻഷാനാണ്. ആ ക്യൂൻഷാൻ കീഴടങ്ങണം എന്നാണ് ബായ് ഷാൻ പറയുന്നത്. അതിലെ തമാശ ആലോചിച്ചാണ് ക്യൂൻഷാൻ ചിരിച്ചുപോയത്. ക്യൂൻഷാൻ ചിരിച്ചുകൊണ്ട് ബായ് ഷാനോട് പറഞ്ഞു, നിന്റെ കോൺഫിഡൻസ് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. നീ ഈ ചെറുപ്പക്കാരനെ കണ്ടുകൊണ്ടാണോ എന്നെ വെല്ലുവിളിക്കുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്യൂൻഷാൻ തിരിഞ്ഞ് നീൽഗിരിയെ നോക്കി. ഹേയ്, നീ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. ഈ ബോഡി റിഫൈൻമെന്റ് ലാൻഡിൽ ഒരൊറ്റ വോയിസേ ഉള്ളൂ, അത് എൻ്റെ വോയിസാണ്. ഞാൻ കൾട്ടിവേഷൻ ആയിരിക്കുന്ന സമയത്ത് നീ എങ്ങനെ ഇവരെയൊക്കെ അധീനതയിലാക്കിയെന്ന കാര്യം ശരിക്കും എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതെന്തായാലും ആവട്ടെ. ചെറുപ്പക്കാരാ, നീ ഒരു ഡാവോ യുവാൻ ലെവലിലെ ഒരു യോദ്ധാവ് മാത്രമാണ്. ഞാൻ ഏത് ലെവലിലാണെന്ന് നിനക്ക് നന്നായി അറിയാം. നീ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നിന്നെ വെറുകയോട് പറഞ്ഞു വിടാനും പറ്റില്ല. അങ്ങനെ പറഞ്ഞ അയാൾ പെട്ടെന്ന് അയാളുടെ ഓറൊന്ന് റിലീസ് ചെയ്തു. ശരിക്കും അയാൾ ഓറ റിലീസ് ചെയ്യുമ്പോൾ അയാളുടെ ബോഡിക്ക് ചുറ്റുമായി മഴവില്ലിന്റെ നിറത്തിൽ പ്രകാശം അങ്ങനെ അലയടിക്കുകയാണ്. ശരിക്കും അനവധി മഴവില്ലുകൾ അയാൾക്ക് ചുറ്റും ഉണ്ടായി തന്നെ പറയാം. ശരിക്കും അതിമനോഹരമായ മഴവില്ലിനകത്ത് അയാൾ അങ്ങനെ കുളിച്ച് നിൽക്കുമ്പോൾ അയാള് നീൽഗിരിയെ ഒന്ന് നോക്കി. ആ നിമിഷത്തിൽ നീലിന്റെ ഓറയും റിലീസ് ചെയ്തു. നീലിന്റെ ഓറയിൽ ആ 6th ലെവൽ ഓവർലോഡ് ബോഡിയുടെ ആ ഓറയുണ്ട്. അത് കണ്ടപ്പോ ക്യൂൻഷാൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അയാൾ നീലിനോട് പറഞ്ഞു, ഹേയ്, ഇത് അതിശയമായിരിക്കുന്നല്ലോ. ഒരു ഡാവോ യുവാൻ ലെവലുകാരൻ ഓവർലോഡ് ബോഡി 6th സ്റ്റേജിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ തികച്ചും അസംഭവ്യമാണ്. പക്ഷെ നീ എങ്ങനെയോ അവിടെ എത്തിയിരിക്കുകയാണ്. എന്ത് കൺകെട്ടാണ് നീ ഇവിടെ കാഴ്ചവെക്കുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും നിന്റെ ബോഡി ശക്തമായതുകൊണ്ട് ഞാൻ അതുവഴി ഒന്ന് ആരംഭിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഒരൊറ്റ കുതിപ്പ്. അയാൾ മുന്നോട്ട് കുതിക്കുമ്പോൾ നീൽഗിരിയും മുന്നോട്ട് കുതിച്ചു. രണ്ടുപേരും ഓവർലോഡ് ബോഡി 6th സ്റ്റേജിലെ ആളുകളാണ്. നീലിന്റെ എല്ലാ ഊർജവും തന്റെ വലത് കൈയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തനിക്ക് നേരെ പഞ്ച് ചെയ്ത ആളെ നീലു ഒന്ന് പഞ്ച് ചെയ്തു. രണ്ടുപേരും ശരിക്കും അടുത്തെത്തും മുമ്പ് തന്നെ രണ്ടുപേരുടെ പഞ്ച് വായുവിൽ പതിച്ചു കഴിഞ്ഞു. ആ ക്യൂൻഷാന്റെ അതിശക്തമായ പഞ്ച് വായുവിൽ അങ്ങനെ ആഞ്ഞിടിക്കുമ്പോൾ അതേ പഞ്ച് ലക്ഷ്യമിട്ടുകൊണ്ട് നീൽഗിരിയും ആഞ്ഞൊരൊറ്റയിടി. തൽഫലമായി രണ്ടുപേരുടെയും ആ പവറുകൾ അവരുടെ തൊട്ടുമുള്ള വായുവിനെ മുന്നോട്ട് തള്ളുകയാണ്. ക്യൂൻഷാൻ വായുവിനെ മുന്നോട്ട് തള്ളിയതും മറുഭാഗത്തു നിന്ന് നീൽഗിരിയും വായുവിനെ മുന്നോട്ട് തള്ളി. ആ രണ്ട് വായു പെട്ടെന്നാണ് ഒന്ന് കൂട്ടിമുട്ടുന്നത്. അത് കൂട്ടിമുട്ടിയപ്പോൾ കാതടപ്പിക്കുന്ന ശൈലിയുള്ള ഒരു വൻ ശബ്ദവും ഒരു കൂറ്റൻ സ്ഫോടനവും. ശരിക്കും ആ സ്ഫോടനത്തിന്റെ ഫലമായി ഉണ്ടായ തരംഗം ചുറ്റുവട്ടത്തേക്ക് അങ്ങനെ പടരുമ്പോൾ ആളുകൾ തെറിക്കുകയാണ്. ബായ് ഷാനും കൂടുതലുള്ള ആളുകളും പെട്ടെന്ന് ബാക്കിയുള്ള ആളുകളെ അതിവേഗം പുറകോട്ട് മാറ്റി. അതുപോലെ തന്നെയാണ് ആ രാജധാനിയുടെ ചുമതല വഹിക്കുന്ന ആളുകൾ അവിടെയുള്ള ആളുകളെ അതിവേഗം പുറകോട്ട് മാറ്റുകയാണ്. ശരിക്കും അൺബിലീവബിളി സ്ട്രോങ് ആയിട്ടുള്ള അതിശക്തരായ രണ്ട് യോദ്ധാക്കളാണ് ഈ സിന്നർഗിയും ആ ചക്രവർത്തി ക്യൂൻഷാനെന്നും വ്യക്തമാകുന്ന ഒരു പഞ്ചിങ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. രണ്ടുപേരുടെയും ആ ഉരുക്ക് മുഷ്ടികൾ വായുവിൽ അങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ അതുണ്ടാക്കിയ തരംഗം സമാനതകളില്ലാത്തതാണ്. രണ്ടുപേരും ഏതനടി പുറകോട്ട് മാറി. ഇപ്പോ ക്യൂൻഷാന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ഹേയ് സിന്നർ, താങ്ക് യു. ഇതുപോലെ ശക്തനായ ഒരാളുമായി ഏറ്റുമുട്ടാൻ കാലങ്ങളായി ഞാൻ ആഗ്രഹിക്കുകയാണ്. സിന്നർ, ഗെറ്റ് റെഡി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാള് ആകാശത്തേക്കൊന്ന് കുതിച്ചു. അതിന്റെ അർത്ഥം നീൽഗിരിക്ക് മനസ്സിലായി. അവർ രണ്ടും കൂടി താഴെ നിന്ന് ഫൈറ്റ് ചെയ്താൽ താഴെയുള്ള ആ രാജധാനിയും അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന
ആളുകളൊക്കെ ചിലപ്പോൾ ഇല്ലാതായെന്ന് വരും. അത്ര പവർഫുൾ ആയിട്ടുള്ള ഫൈറ്റാണ് നടക്കുന്നത്. നീൽഗിരിയും സ്വാഭാവികമായും മുകളിലേക്ക് കയറി. ആകാശത്ത് സമാനതകളില്ലാത്ത ഒരു ഫൈറ്റ് താഴെ ആളുകൾ കാണുകയാണ്. രണ്ടുപേരും കട്ടക്കട്ടക്ക് നിൽക്കുകയാണ്. രണ്ടുപേരുടെയും ബോഡി ഉരുക്കിന് സമാനമാണല്ലോ. രണ്ടുപേരും ഓവർലോഡ് ബോഡി 6th സ്റ്റേജുകാരുമാണ്. അതുകൊണ്ട് തന്നെ ക്യൂൻഷാന്റെ ആ പഞ്ചുകളും നീൽഗിരിയുടെ ആ പഞ്ചുകളും നേർക്കുനേർ വരുമ്പോൾ ചുറ്റും തരംഗം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ സ്ഫോടനം അന്തരീക്ഷത്തിൽ അങ്ങനെ അലയടിക്കുകയാണ്. ഈ സമയത്ത് താഴെ ബൈഷാന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ എതിരിടാനായി ആ ബാക്കിയുള്ള ആളുകൾ റെഡിയാകുമ്പോൾ ഫൈറ്റ് താഴെയും തുടങ്ങി. ചക്രവർത്തിയുടെ ആ ജനറൽമാരും ബൈഷാന്റെ നേതൃത്വത്തിലുള്ള ജനറൽമാരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമാണ്. ആ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോഴും സകലരും ഇടയ്ക്കിടെ ആകാശത്തേക്ക് നോക്കും. അവിടെ സമാനതകളില്ലാത്തൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീലിനും ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ആ ഫൈറ്റ്. അതിശക്തനായ ഒരു യോദ്ധാവുമായി ഏറ്റുമുട്ടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നീല് ഈ അവസരത്തെ പഠനത്തിന് കൂടി ഉപയോഗിക്കുകയാണ്. അങ്ങനെ ആ യുദ്ധം ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതും ക്യൂൻഷാൻ നീലിനോട് പറഞ്ഞു, സിന്നർ, ഈ ഫൈറ്റ് നമുക്ക് ഈ ശൈലിൽ കണ്ടിന്യൂ ചെയ്താൽ വിജയെ കണ്ടെത്താൻ പ്രയാസമാവും. ഞാൻ അതുകൊണ്ട് ഒന്ന് മാറ്റി പിടിക്കുകയാണ്. അയാൾ ശരിക്കും സുപ്രീം എംബർ ലെവലിലെ 9th സ്റ്റേജുകാരനാണല്ലോ. അതും അതിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ആളാണ്. അയാൾ അയാളുടെ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ചുള്ള ഫൈറ്റിലേക്ക് കിടക്കുകയാണ്. ഡാവോ യുവാൻ ലെവലിലുള്ള നീൽഗിരി എന്ന ആ സിന്നറെ പരാജയപ്പെടുത്താൻ അയാൾക്ക് നിഷ്പ്രയാസം പറ്റുമെന്ന് അയാൾക്ക് അറിയാം. രണ്ടുപേരുടെ സ്പിരിച്വൽ എനർജിയുടെ അളവ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്പിരിച്വൽ എനർജി ഉപയോഗിച്ചുള്ള ഫൈറ്റിലേക്ക് രണ്ടുപേരും കടക്കുമ്പോൾ രണ്ടുപേരുടെ കയ്യിലും വാളുണ്ട്. തന്റെ എനർജി പൂർണ്ണമായും വാളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് ക്യൂൻഷാൻ ആ ആകാശത്തു നിന്ന് അതിശക്തമായ ഒരു സ്ട്രൈക്ക് നടത്തി. ആ സ്ട്രൈക്ക് ഡാവോ യുവാൻ ലെവലിലെ ആ സിന്നറെ രണ്ടായി പിളർക്കുമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അയാളെ അമ്പരപ്പിച്ചുകൊണ്ട് മറുഭാഗത്തുനിന്ന് നീൽഗിരിയുടെ സോഡ് സ്ട്രൈക്ക് ഉണ്ടായപ്പോൾ ആ ക്യൂൻഷാന്റെ സ്ട്രൈക്കിനെ അതങ്ങ് ന്യൂട്രലൈസ് ചെയ്തു. സ്പിരിച്വൽ എനർജി കൊണ്ടുള്ള തന്റെ അറ്റാക്ക് മറുഭാഗത്ത് തടുക്കുമെന്ന് ക്യൂൻഷാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അയാളും ആ സിനർ തമ്മിലുള്ള വ്യത്യാസം സ്പിരിച്വൽ എനർജിയിൽ വളരെ വലുതാണ്. അവരുടെ കൾട്ടിവേഷൻ ലെവൽ തമ്മിലുള്ള ആ വ്യത്യാസം സ്വാഭാവികമായിട്ട് സ്പിരിച്വൽ എനർജിയുടെ ശേഖരത്തിൽ ഉണ്ടാവുമല്ലോ. പക്ഷെ ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്യൂൻഷാന് തന്റെ ചിന്ത അത്ര ശരിയല്ലെന്ന് മനസ്സിലായി. അനവധി അടിപൊളി സ്ട്രൈക്കുകളാണ് ഇതിനിടയിൽ ക്യൂൻഷാൻ നടത്തിയത്. ഒരുപാട് സോ ടെക്നിക്കുകൾ അയാള് അവിടെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അയാൾ അമ്പരപ്പിക്കുന്ന ശൈലിയുള്ള സോ ടെക്നിക്കുകളുമായി സിന്നർഗിരി തിരിച്ചടിക്കുകയാണ്. നീല് വളരെ കൗതുകപൂർവ്വമാണ് ഈ ആക്ഷനിൽ പങ്കെടുക്കുന്നത്. മറുഭാഗത്തുള്ള കക്ഷിയുടെ സോഡ് ടെക്നിക്കുകൾ ഒന്നൊന്നായി ഇതിനിടയിൽ നീല് പഠിക്കുകയാണ്. അതറിയാതെ ക്യൂൻഷാൻ തന്റെ പുതിയ അറിവുകൾ നീലിന്റെ മുകളിൽ പ്രകടിപ്പിച്ചു നോക്കുമ്പോൾ നീലത് ഒന്നൊന്നായി പഠിച്ചു തുടങ്ങി. ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ക്യൂൻഷാൻ ഒരു സംശയം. താൻ നേരത്തെ ഉപയോഗിച്ച ടെക്നിക്കല്ലേ എതിരാളി സിന്നർഗിരി ഇപ്പോ തനിക്കെതിരെ ഉപയോഗിക്കുന്നത്. അങ്ങനെ അയാൾക്ക് തോന്നുമ്പോഴേക്കും നീല് നേരത്തെ ആ ക്യൂൻഷാൻ ഉപയോഗിച്ച അതേ ടെക്നിക്കിൽ വേറൊരെണ്ണം കൂടി തിരിച്ചുപയോഗിച്ചു. അപ്പോഴാണ് അപകടം ക്യൂൻഷാൻ മനസ്സിലാക്കുന്നത്. തന്റെ എതിരാളി ഒരു ക്യുക്ക് പഠിതാവാണ്. വളരെ വേഗം കാര്യങ്ങൾ പഠിക്കും. കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് അയാൾ മനഃപൂർവ്വം തനിക്കെതിരെ ഇങ്ങനെ കളിക്കുന്നത്. ഇതുവരെ ഈ കളിയിൽ ഒരു രസം കണ്ടിരുന്ന ക്യൂൻഷാൻ പെട്ടെന്ന് ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറിയിട്ട് നീൽഗിരിയോട് പറഞ്ഞു, സിന്നർ, നീ പ്രതിഭയാണെന്ന് ഞാൻ തുടക്കത്തിലെ മനസ്സിലാക്കിയതാണ്. പക്ഷേ നീ എന്നെ ഒരുപാട് ഞെട്ടിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ അതെടുക്കുകയാണ്. അങ്ങനെ അയാൾ പറയുമ്പോഴേക്കും അയാളുടെ കയ്യിൽ ഒരു ഇമോർട്ടൽ ആർട്ടിഫാക്റ്റ് പ്രത്യക്ഷപ്പെട്ടു. അതും സ്റ്റേജ് 2 ആർട്ടിഫാക്റ്റാണ്. നീളുടെ കയ്യിലും ഒരു ഇമോർട്ടൽ ആർട്ടിഫാക്റ്റ് ഉണ്ട്, ഒരു ഇമോർട്ടൽ സോഡ്. പക്ഷെ അത് ലെവൽ 1 ആണ്. ലെവൽ 1നേക്കാൾ വളരെ ശക്തി കൂടിയതാണ് ലെവൽ 2 എന്ന് ആ ആർട്ടിഫാക്റ്റ് ഉപയോഗിച്ച് രണ്ടുപേരും ഫൈറ്റ് തുടങ്ങിയതും നീല മനസ്സിലായി. ഇപ്പോ ആദ്യമായി നീൽഗിരി പിന്തള്ളപ്പെടുകയാണ്. ആ ആർട്ടിഫാക്റ്റിന്റെ കരുത്തിൽ ക്യൂൻഷാൻ നീലിനെതിരെ പൊരിഞ്ഞ ഫൈറ്റ് ആരംഭിച്ചു. ശരിക്കും ഈ ആർട്ടിഫാക്റ്റ് ഒരാളുടെ 30% കപ്പാസിറ്റി വർദ്ധിപ്പിക്കുമെന്ന് നീലിന് അറിയാം. നീലിന്റെ കയ്യിലുള്ള ആർട്ടിഫാക്റ്റ് നീലിന്റെ കപ്പാസിറ്റി 30% വർദ്ധിപ്പിച്ചപ്പോൾ ഈ ക്യൂൻഷാന്റെ കഴിവും 30% വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷെ രണ്ടുപേരുടെ കൾട്ടിവേഷൻ ലെവൽ തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് വലിയ കുഴപ്പമായി മാറിയത്. സുപ്രീം എംബർ ലെവലിലെ 9th സ്റ്റേജുകാരനായ ക്യൂൻഷാന്റെ കഴിവാണ് 30% വർദ്ധിക്കുന്നത്. നീല് ഡാവോ യുവാൻ ലെവലിലാണ് നിൽക്കുന്നത്. നീലിന്റെ കപ്പാസിറ്റി എത്ര വർദ്ധിച്ചാലും ആ ലെവലിലെ 30% വർദ്ധിക്കത്തുള്ളൂ. 3 കപ്പാസിറ്റി അതിവേഗം വർദ്ധിച്ചതും ഒരു അപ്പർ ഹാൻഡ് ക്യൂൻഷാന് അങ്ങനെയാണ് കിട്ടുന്നത്. ഈ സമയത്ത് താഴെ യുദ്ധമൊക്കെ രണ്ട് ടീമും നിർത്തി. അവരെല്ലാവരും
ആകാശത്ത് നടക്കുന്ന ആ ഫൈറ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പൊരിഞ്ഞ ഫൈറ്റാണ് അവിടെ ഇതുവരെ നടന്നത്. രണ്ട് ഭാഗവും അതിശക്തമായി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതാ ക്യൂൻ ഷാന് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുന്നത്. ക്യൂൻ ഷാന്റെ നിരന്തരമായ അറ്റാക്കിൽ നീല് പുറകോട്ട് തെറിക്കുകയാണ്. തറയിലേക്ക് നീൽഗിരി വീഴുന്നില്ല എന്ന് മാത്രം, നീല് ഒരുപാട് പുറകോട്ട് തെറിക്കുമ്പോൾ നീലിന്റെ ബോഡിയിൽ പരിക്കിങ്ങനെ ഉണ്ടായി വരികയാണ്. ഈ കാഴ്ച കണ്ട സംസാര ഗ്രേവി യാർഡിനകത്തുള്ള മോർണിംഗ് ഷൂ ലിനേക്കറോട് പറഞ്ഞു, ടു മാസ്റ്റർ പ്രശ്നത്തിലാകുമല്ലോ. അതിന് മറുപടി പറയാതെ ഷൂ ലിനേക്ക് നീ ബൈജാനെ നോക്കി. ബൈജാൻ, എനിക്കും മോർണിംഗിനും ഇപ്പോ ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റില്ല. ഞങ്ങൾ ഇടപെട്ടാൽ ആ നിമിഷം ഞങ്ങളുടെ സോൾ പവർ അവസാനിക്കും. എന്തെങ്കിലും ചെയ്യാൻ കഴിയുക താങ്കൾക്ക് മാത്രമാണ്. നീ ബൈജാൻ ശരിക്കും ഈ യുദ്ധം അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നീ ബൈജാൻ ഷൂ ലിനേക്കറോട് പറഞ്ഞു, അവന്റെ തരത്തിലുള്ള ആളുകളോട് കളിച്ചാൽ പോരെ. അവരെക്കാൾ ഒരുപാട് ലെവൽ മുകളിലുള്ള ഒരാളെ കയറി ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടല്ലേ ഈ അബദ്ധം പറ്റിയത്. അതിന് മറുപടിയായി മോർണിംഗ് പറഞ്ഞു, സീനിയർ, സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. ടൂ മാസ്റ്റർ ശരിക്കും പ്രതിസന്ധിയിലാണ്. അങ്ങനെ മോർണിംഗ് വീണ്ടും പറഞ്ഞതും നീൽഗിരി നീ ബൈജാന്റെ ശബ്ദം കേട്ടു. യങ്മാൻ, ഞാൻ നിനക്കിപ്പോ ഒരു കാര്യം പഠിപ്പിച്ചു തരാം. ആ കാര്യം പഠിച്ചാൽ നിനക്കത് ഉപയോഗിക്കാം. പക്ഷെ അതിന് പകരമായി ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം. അത് എന്താണെന്ന് ചോദിക്കുക പോലും ചെയ്യാതെ നീ അത് ചെയ്യണം. സമ്മതമാണോ? സമ്മതമാണ് മാസ്റ്റർ. മറുഭാഗത്തു നിന്ന് നീല് ഉടനെ മറുപടിയും പറഞ്ഞു. സംസാരയുടെ മാസ്റ്ററായ നീലിനെ അങ്ങനെ അങ്ങ് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തായാലും നീ ബൈജാൻ ആവശ്യപ്പെടില്ല എന്ന് നീലിന് 100% ഉറപ്പാണ്. നീല് സമ്മതിച്ചതും നീ ബൈജാന്റെ കൈ ഒന്ന് ചലിച്ചു. ഒരു പ്രകാശം പെട്ടെന്ന് നീ ബൈജാന്റെ ഉള്ളിൽ നിന്ന് നീലിന്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇടിച്ചു കയറി. ആ സമയത്ത് നീല് കാണുന്നത് 2 വാളുകളാണ്. ആ വാളുകളിലേക്ക് നീല് നോക്കുമ്പോൾ നീ ബൈജാൻ നീലിനോട് പറഞ്ഞു, യങ്മാൻ, ആദ്യത്തത് സോളിനെ അറ്റാക്ക് ചെയ്യുന്ന വാളാണ്. രണ്ടാമത്തത് നിന്റെ സോളിനെ മുറിക്കാൻ കഴിയുന്ന ഒരു വാളാണ്. നിന്റെ സോളിൽ നിന്ന് ഒരു അംശം നീ ആ ബോഡിയിലേക്ക് കയറ്റിയാൽ ആ ബോഡിയുടെ നിയന്ത്രണം നിനക്ക് കിട്ടും. നീ ബൈജാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയ നീൽ പെട്ടെന്ന് തന്നെ ആ സോൾ ഉപയോഗിച്ച് ക്യൂൻഷാനെതിരെ ഒന്ന് തിരിഞ്ഞു. ക്യൂൻഷാൻ തന്റെ ശക്തി മുഴുവൻ സമാഹരിച്ചുകൊണ്ട് അവസാന പ്രഹരത്തിനായി ആ വാൾ ഉയർത്തുമ്പോൾ നീലിന്റെ കൈ ഒന്ന് ചലിക്കുകയും ആ കൈയിൽ നിന്ന് ഒരു പ്രകാശം ക്യൂൻഷാൻ നേരെ പാഞ്ഞു വരികയും ചെയ്തു. ക്യൂൻഷാൻ തന്റെ ഇമ്മോർട്ടൽ സോഡ് ഒന്ന് ആകാശത്തേക്ക് ഉയർത്തിയപ്പോഴാണ് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ നീല നിറത്തുള്ള സോഡ് അയാളുടെ ശ്രദ്ധയിലേക്ക് പെടുന്നത്. ശരിക്കും ആ സോഡിൽ നീൽഗിരി പിടിച്ചിട്ടില്ല. അത് വായുവിലൂടെ ഒരു അമ്പ് പായും പോലെ പാഞ്ഞു വരികയാണ്. ആ അമ്പിൽ നിന്ന് രക്ഷപ്പെടാനായി ക്യൂൻഷൻ തിരിയാൻ ശ്രമിക്കുമ്പോൾ ക്യൂൻഷൻ അമ്പരപ്പെടെ ഒരു കാര്യം മനസ്സിലാക്കിയാണ്. താൻ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ വാള് ലോക്ക് ചെയ്തിരിക്കുന്നത് തന്നെയല്ല, തന്റെ സോളിനെയാണ്. സോൾ അറ്റാക്ക് ഇത്ര മാരകമാകുമെന്ന് ക്യൂൻഷൻ തീരെ പ്രതീക്ഷിച്ചില്ല. അയാളുടെ സോളിന് ഒരു പവറൊക്കെ ഉണ്ട്. പക്ഷെ ആ പവറിനെ ബഹുദൂരം മറികടക്കുന്ന കപ്പാസിറ്റി ആ പറന്നു വരുന്ന സോളിനുണ്ടെന്ന് മനസ്സിലായിരുന്നു. തന്റെ സർവ്വശക്തി എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരു മറ സൃഷ്ടിക്കാൻ പെട്ടെന്ന് ക്യൂൻഷൻ ഒരു ശ്രമം നടത്തി. പക്ഷെ അയാളെ അമ്പരപ്പിച്ചുകൊണ്ട് ആ മറയൊക്കെ തകർത്ത് തരിപ്പണമായിക്കൊണ്ട് ആ നീല സോഡ് ക്യൂൻഷാന്റെ ബോഡിയിലേക്ക് അങ്ങ് ഇടിച്ചു കയറി. ശരിക്കും ആ ബോഡിയിൽ പരിക്കേൽപ്പിക്കാതെ അയാളുടെ സോളിനെ മാത്രം നശിപ്പിച്ചുകൊണ്ട് ആ സോഡ് അങ്ങ് കടന്നു പോയപ്പോൾ ഒരു ശബ്ദത്തോടെ ആ ബോഡി ഇങ്ങനെ താഴുകയാണ്. ആകാശത്ത് നിൽക്കുന്ന ആ ബോഡിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ബോഡി താഴേക്ക് വീഴുമല്ലോ. ആ ബോഡി ഇങ്ങനെ താഴേക്ക് വീഴുമ്പോൾ നീൽഗിരി തന്റെ രണ്ടാമത്തെ സോഡ് ഉപയോഗിച്ചു കഴിഞ്ഞു. സോഡ് ഉപയോഗിച്ച് നീല് തന്റെ സോളിൽ നിന്ന് ഒരു അംശം അടർത്തിയെടുത്ത് അതിനെ അതിവേഗം ആ താഴോട്ട് വരുന്ന ബോഡിയിലേക്ക് പ്രതിഷ്ഠിച്ചു. അടുത്ത പക്ഷത്തിൽ ആ ബോഡിയിൽ ശരിക്കും വീണ്ടും ജീവൻ വയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോ അതിനകത്തുള്ള ജീവൻ എന്ന് പറയുന്നത് നീൽഗിരിയുടെ ജീവൻ തന്നെയാണ്. നീല് തന്നെയാണ് ആ ബോഡിക്കകത്തുള്ളത്. നീലിന്റെ സോളിന്റെ ഒരു ചെറിയ അംശം അതിനകത്തേക്ക് കയറ്റിയിരിക്കുന്നു മാത്രം. പക്ഷെ ആ ഫിസിക്കൽ ബോഡിയുടെ എല്ലാ കപ്പാസിറ്റിയും ഇപ്പോ നീലിന് ഉപയോഗിക്കാൻ പറ്റും. അവർ രണ്ടുപേരും പെട്ടെന്നാണ് താഴേക്ക് താഴ്ന്നു വരുന്നത്. താഴേക്ക് താഴ്ന്നു വന്ന ആ രണ്ടുപേരും അവിടെ ആ യുദ്ധം നടക്കുന്ന മൈതാനത്തിൽ മുഖാമുഖം എത്തിയതും ക്യൂൻഷാൻ തലകുനിച്ച് നീൽഗിരിയെ വണങ്ങിയാണ്. മിസ്റ്റർ ഗിരി, ഞാൻ ഈ നിമിഷം മുതൽ അങ്ങയുടെ അടിമയാണ്. ബോഡി റിഫൈൻമെന്റ് ലാൻഡിന്റെ ദ ഒൺ ആൻഡ് ഓൺലി എംപറർ ക്യൂൻഷാൻ അവിടെ ആ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരന് മുന്നിൽ മുട്ടുകുത്തി അടിമയാണ് താനെന്ന് പറയുന്ന ആ കാഴ്ച വിശ്വസിക്കാനാവാതെ ആ ചക്രവർത്തിയുടെ ആളുകൾ അമ്പരപ്പോടെ ആ രംഗത്ത് തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ക്യൂൻഷാൻ തന്റെ ഇരു കൈകളും പിളർത്തി അവരെ മുട്ടുകുത്തനായി ആക്ഷൻ കാണിച്ചു. ആ ആക്ഷന്റെ അർത്ഥം മനസ്സിലായ ആ എൻ്റെ ടീമും നീൽഗിരിക്ക് മുന്നിൽ മുട്ടുകുത്തി. ഈ കാഴ്ച കണ്ട നീലിനൊപ്പമുള്ള ആളുകളും അവിടെ മുട്ടുകുത്തുകയാണ്. ഇപ്പോ അവിടെയുള്ള മുഴുവൻ ആളുകളും ഒരു കാല് മടക്കി നീലിനെ വണങ്ങി നിൽക്കുകയാണ്. എല്ലാ ആളുകളും അങ്ങനെ വണങ്ങി നിൽക്കുന്ന കണ്ടതും നീല് അവരോടായി പറഞ്ഞു, നിങ്ങളെല്ലാവരും
ഈ നിമിഷം മുതൽ റേഡിയന്റ് ഹാളിലെ അംഗങ്ങളാണ്. ഈ റേഡിയന്റ് ഹാളിന് ഇനി മുതൽ നേതൃത്വം കൊടുക്കുക ക്യൂൻ ഷാൻ ആയിരിക്കും. ക്യൂൻ ഷാനെ സഹായിക്കാനായി ബൈഷാനും കൂടുതൽ ആളുകളും ഉണ്ടാവും. സിനർഗിയുടെ അനുയായിയായി ചക്രവർത്തി മാറിയിരിക്കുന്ന യാഥാർത്ഥ്യം ആ നിമിഷത്തിൽ അവിടെ എല്ലാവരിലേക്കും അങ്ങ് ഉറക്കുകയാണ്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനമായി. നീല് ക്യൂൻ ഷാനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് കുല്ലനിലേക്ക് കടക്കണം. അതിന് ഒരു ശക്തമായ ടീമിനെ ഉടൻ സംഘടിപ്പിക്കണം. സുപ്രീം എംപറർ ലെവലിലെ ആളുകൾ മാത്രം മതി. നീലിന്റെ അടിമയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ ക്യൂൻ ഷാൻ. യഥാർത്ഥത്തിൽ ക്യൂൻ ഷാൻ നീൽ തന്നെയാണ്. ക്യൂൻ ഷാനും ബൈഷാനും ബാക്കിയുള്ള ആളുകളും ചേർന്ന് ഉടൻ തന്നെ സുപ്രീം എംപറർ ലെവലിലെ ആളുകളുടെ ഒരു വൻ ലിസ്റ്റ് ഉണ്ടാക്കി. സുപ്രീം എംപറർ ലെവലിലെ ആളുകളുടെ ലിസ്റ്റ് പൂർത്തീകരിച്ചതും നീല് ബൈഷാനോടും ക്യൂൻ ഷാനോടായി പറഞ്ഞു, നമ്മൾ കുല്ലനിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ ബോഡി റിഫൈൻമെന്റ് ലാൻഡിൽ ചുമതല വഹിക്കാനായി ഡാവോ യുവൻ ലെവലിലെ ഒരു ശക്തനെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അതുപോലെ 4 റീജിയനുകൾക്കും അതുപോലെ ശക്തരായ ആളുകൾ വേണം. ഒരാള് നിയന്ത്രിക്കട്ടെ, 4 പേര് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ആയിട്ട് ഇവിടെ ഉണ്ടാകണം. റേഡിയന്റ് ഹാൾ എന്നായിരിക്കും ഇവർ അറിയപ്പെടുക. നമ്മൾ സുപ്രീം എംപറേഴ്സുമായിട്ട് കുല്ലനിലേക്ക് കടക്കുകയാണ്. അവിടെ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിനെ നേരിടാൻ വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. നീല് കാര്യങ്ങൾ അതിവേഗമായി ചെയ്യുന്നത്. നീലിന് എത്രയും പെട്ടെന്ന് ഹക്സിയിലേക്ക് പോയേ പറ്റൂ. നീലിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് ആരും നീലിനെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായി ഒരു ഫീൽ നീലിലുണ്ട്. നീ ബൈജാൻ നീലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം വേറൊന്നാണ്. അത് എന്തായാലും ഹക്സിയെ പോയി വന്നതിന് ശേഷം ചെയ്യാമെന്ന് നീ ബൈജാനോട് പറഞ്ഞപ്പോൾ നീ ബൈജാൻ സമ്മതിക്കുകയും ചെയ്തു. ആ ടീം അങ്ങനെ ആ മലനിര കടന്ന് കുല്ലനിലേക്ക് കടക്കുകയാണ്. കുല്ലനിലേക്ക് ആ ടീം ഇങ്ങനെ കടക്കുമ്പോൾ ആ മലയുടെ ഭാഗത്ത് ആ സമയത്ത് ശബ്ദം കേട്ടെത്തിയ കുറെ ആളുകൾ വല്ലാത്തൊരു അത്ഭുതത്തോടെ ആ കാഴ്ച കാണുകയാണ്. സുപ്രീം എംപറർ ലെവലിലെ യോദ്ധാക്കളുടെ ഒരു വൻ സംഘം ഇത് ആ മല കടന്ന് പുറത്തേക്ക് വരുന്നു. രാക്ഷസന്മാരെന്ന് വിളിച്ചുകൊണ്ട് ആ കാഴ്ച കണ്ട ആളുകൾ ഓടാൻ പോയപ്പോൾ ആ രാക്ഷസന്മാരുടെ മുന്നിലായി അവര് ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരനെ കണ്ടതും അവര് ഒന്ന് നിന്നു. ഉടൻ ആ ചെറുപ്പക്കാരൻ അവരോട് ചോദിച്ചു, നിങ്ങള് എവിടേക്കാ ഓടുന്നത്? ആ ശബ്ദം അവരെ പെട്ടെന്ന് അവിടെ പിടിച്ചു നിർത്തി. അവര് തിരിഞ്ഞ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, സാർ താങ്കൾ ആരാണ്? എന്താ സിനർഗ്രി എന്ന പേര് നിങ്ങൾ ആരും കേട്ടിട്ടില്ലേ? സിനർഗ്രി എന്ന് കേട്ടതും ആ എൻറ്റയർ ആളുകൾക്കും വല്ലാത്തൊരു ആവേശം ഉണ്ടായി. കുലൻ മലനിരകളിലെ എല്ലാവരും അറിയും സിനർഗ്രി. സിനർഗ്രിയുടെ അനുജൻ സാക്ഷാൽ നീൽഗിരി ആണല്ലോ ഇപ്പോ കുലനിലെ ഏറ്റവും ശക്തനായ വ്യക്തി. ആ നീൽഗിരിയുടെ ജ്യേഷ്ഠൻ സിനർഗ്രി സമാനതകളില്ലാത്ത യുദ്ധതന്ത്രങ്ങൾ കൊണ്ട് കുലനിൽ ആളുകളെ ഞെട്ടിപ്പിച്ച കഥാപാത്രമാണ്. ആ സിന്നർ ഇതാ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. സാർ അങ്ങ് ഇവിടെ ഇവർക്കൊപ്പം? അതൊക്കെ നിൽക്കട്ടെ, കുലനിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ കുറച്ചുനാള് ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് കേട്ടതും ആ ടീമിന്റെ ലീഡർ നീലിനോട് കാര്യങ്ങൾ പറഞ്ഞു. മിസ്റ്റർ ഗിരി, ഞങ്ങള് 100 സെക്ഷന്റെ ഭാഗമാണ്. 100 സെക്ഷനോ? അതെ, മിസ്റ്റർ നീൽഗിരിയുടെ ഗുരുനാഥനുണ്ടല്ലോ ഡുവാൻ ഡി ജോൺസ്, അദ്ദേഹമാണ് ഈ 100 സെക്ഷന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ ഈ മൈനർ സെക്ഷൻസ് ഒക്കെ ആ ടീമിന്റെ ഭാഗമാണ്. റേഡിയന്റ് ഹാളിന് നേതൃത്വം കൊടുക്കുന്നത് മിസ്റ്റർ ഹാൻ ജോബ്സ് ആണ്. ഞങ്ങളുടെ 100 സെക്ഷന് ചുമതല ചെറിയ ചെറിയ സെക്ഷനുകളെ ഒരു ടീമാക്കി മാറ്റുക എന്നുള്ളതാണ്. റേഡിയന്റ് ഹാള് ഇപ്പോ അവിടെ കുൻ വാലിയിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഹുയൻ കുടുംബാംഗങ്ങളുമായിട്ടാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. കഥ കേട്ടപ്പോൾ ശരിക്കും അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള വിശേഷങ്ങളാണ് ആ വ്യക്തി നീലുമായി പങ്കുവെക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുകയാണെന്ന് അത് കേട്ടപ്പോൾ നീലിന് മനസ്സിലായി. നീല് ആ ടീമിനെ യാത്രയാക്കിയതിനു ശേഷം തന്റെ കൂടെയുള്ള ക്യൂൻ ഷാനോടും ബൈഷാനോടുമായി പറഞ്ഞു, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും എടുത്ത് സെറ്റിൽ ചെയ്യണം. ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വേഗം മടങ്ങി വരാം. അത് കേട്ടതും ബൈഷൻ പറഞ്ഞു, മാസ്റ്റർ ഞാൻ കൂടെ വരാം. ബൈഷൻ അത് വേണ്ട, ഇത് ഞാൻ മാത്രം പോയാൽ മതി. നിങ്ങൾ ഒന്ന് സെറ്റിൽ ആകുമ്പോഴേക്കും ഞാൻ മടങ്ങിയെത്താം. അങ്ങനെ പറഞ്ഞ നീൽഗിരി അതിവേഗം അവിടെ നിന്ന് കുല്ലൻ എയർപോർട്ടിലേക്ക് തിരിച്ചു. നീല് കുല്ലൻ എയർപോർട്ടിൽ നിന്ന് ഹക്സിയുടെ ക്യാപിറ്റൽ ലാൻഡ് ചെയ്യുമ്പോൾ നീലിന് സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി വന്ന ഒരു ഫീല് ഉണ്ടാവുകയാണ്. ക്യാപിറ്റൽ ടാക്സിയില് നീലിന് പോകേണ്ട സ്ഥലം ആ ടാക്സിക്കാരനോട് പറഞ്ഞപ്പോ ആ ടാക്സിക്കാരൻ അമ്പരപ്പോടെ തിരിഞ്ഞ് നീലിനെ നോക്കുകയാണ്. എന്താ നിങ്ങളായി നോക്കുന്നത്? അല്ല, ആ ഭാഗത്തേക്ക് ഇപ്പോ ടാക്സികളൊന്നും പോകാറില്ല. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ കുറെ നാളായിട്ട് ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാർ, അവിടെ മിസ്റ്റർ ഗ്രീയുടെ കുടുംബമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ അവിടെ ആകെ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? സാർ എന്താണ് കാര്യം എന്ന് എനിക്ക് അറിയത്തില്ല, എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ടാക്സികൾ പോകാത്തത്. ആ ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നീലിന്റെ അസ്വസ്ഥത കൂടി വരികയാണ്. ആ ഡ്രൈവർ ആ വണ്ടി പോകാവുന്ന സ്ഥലം വരെ പോയതിനു ശേഷം നീലിനെ അവിടെ ഇറക്കി. അയാൾക്ക് പണം കൊടുത്ത് നീല് സാവധാനം നടന്ന്
നീലിന്റെ വീടിന്റെ മുന്നിലെത്തി. ആ വീടിന്റെ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ നീലിന് ഒരു കാര്യം മനസ്സിലായി. നീല് സൃഷ്ടിച്ചിരുന്ന ആ ബൗണ്ടറി അവിടെ നിന്ന് പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് തകർത്തതിന് ശേഷം മറ്റൊരു എനർജി ബാരിയർ ബൗണ്ടറിയായി അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. തന്റെ ഫോർമേഷൻ ആരോ തകർത്തിരിക്കുന്നു. നീല് ആ ഗേറ്റിനടുത്തെത്തിയപ്പോ അവിടെ 4 കാവൽക്കാരുണ്ട്. അവര് നീലിനെ കണ്ടു. നീലിപ്പോ സിന്നറുടെ മുഖാവരണമൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോ ഒറിജിനൽ നീലായിട്ടാണ് വന്നിരിക്കുന്നത്. നീല് ഡാവോ യുവാൻ ലെവലിലെ ഒരു യോദ്ധാവിന്റെ ആ ഒരു ഓറം ഉള്ള ആളാണ്. നീലിനൊന്ന് സൂക്ഷിച്ചു നോക്കിയ കാവൽക്കാരൻ നീലിനോട് ചോദിച്ചു, ആരാ, എന്താ? അല്ല, എനിക്ക് അകത്തുള്ള ഒരാളെ കാണണം. ഹേയ്, അതൊന്നും പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ ആ ഗാർഡ് അയാളുടെ ഓറ റിലീസ് ചെയ്തു. ശരിക്കും അതിശക്തമായി അയാളുടെ ഓറ റിലീസ് ചെയ്യുന്നത് എതിരാളിയെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ നീലിന് ഈ തമാശകളിൽ അധികം സമയം കളയാൻ ഇല്ലാത്തതുകൊണ്ട് നീല് കൈ ഉയർത്തി ഒരു അറ്റിയായി. തികച്ചും അപ്രതീക്ഷിതമായി തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അടിയേറ്റപ്പോ ആ ബാക്കി 3 ആളുകൾ ഞെട്ടിയെന്ന് പറയാം. പക്ഷെ അവരുടെ ഞെട്ടൽ പെട്ടെന്ന് ഭയമായി മാറി. കാരണം നീലിന്റെ കൈ പതിഞ്ഞ വ്യക്തി ഇപ്പോ അവിടെ ഇല്ല. അയാൾ ചിതറിപ്പോയിരിക്കുകയാണ്. ഒരാളെ ഒറ്റ അടിക്ക് അങ്ങനെ ചിതറിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാള് ഒരു സാമാന്യ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ആ കാവൽക്കാർക്കുണ്ട്. അവര് നീൽഗിരിക്ക് മുന്നിൽ മുട്ടുകുത്തി. നീല് അവരോട് ചോദിച്ചു, അകത്തുള്ള ആളുകൾ എവിടെ? സർ, അകത്ത് ആരുമില്ല. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞു. ആ കാവൽക്കാർക്ക് അതിനപ്പുറം വേറൊന്നും അറിയില്ല. നീല് ആ കാവൽക്കാരെ മറികടന്ന് ആ വീടിനുള്ളിലേക്ക് കടന്നു. അവിടേക്ക് കടന്നപ്പോ തന്നെ നീലിന് ഏതാണ്ട് അവസ്ഥ മനസ്സിലായി. അവിടെ മുഴുവൻ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാ മുറികളും തിരച്ചിലിന് വിധേയമായിട്ടുണ്ട്. നീല് ആ വീടിനകത്ത് കാണുന്ന ആ കാഴ്ചകൾ ശരിക്കും അമ്പരിപ്പിക്കുന്നത് തന്നെയാണ്. നീലിന്റെ വീടിനകത്തുള്ള സകല അലമാരകളും മേശവലിപ്പുകളും എന്നുവേണ്ട എല്ലാം എടുത്തു മറിച്ചിട്ടിരിക്കുകയാണ്. കിടക്കുകൾ വരെ എടുത്തു മറിച്ചിട്ടൊക്കെയാണ്. വളരെ കാര്യമായ ഒരു സെർച്ച് അവിടെ നടന്നിരിക്കുകയാണ്. ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന ഭാഗത്താണെങ്കിലും കിച്ചണിന്റെ ഭാഗത്താണെങ്കിലും സ്റ്റോർ ആണെങ്കിലും എല്ലാം കിളച്ചു മറിച്ചതുപോലെ കിടപ്പുണ്ട്. ഒരു അൺബിലീവബിൾ സെർച്ച് അവിടെ നടന്നിരിക്കുന്നുവെന്ന് ആ കാഴ്ച നീലിനോട് വ്യക്തമാക്കുകയാണ്. അവരെന്തായിരിക്കാം സെർച്ച് ചെയ്തത്? ആ ചോദ്യം നീലിന്റെ മനസ്സിലേക്ക് വന്നപ്പോ നീല് പോലും അറിയാതെ നീലിന്റെ കൈ ആ പോക്കറ്റിലേക്ക് പതുക്കെ താഴ്ന്നു ചെല്ലുകയാണ്. കൈ പുറത്തു വരുമ്പോ അതിനകത്ത് ആ കറുത്ത കല്ലുണ്ട്. നീലിന്റെ സംസാര ഗ്രേവി യാർഡുള്ള അതേ കല്ല്. ഇനി ഇതിനാണോ തിരച്ചിൽ നടന്നത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് നീല് ആ കല്ല് സാവധാനം തന്റെ പോക്കറ്റിലേക്ക് വെച്ചു. നീൽ അവിടെ ഓരോ മുറികളായി നോക്കി അവസാനം സിയ റൂട്ട്സിന്റെ മുറിയിലെത്തി. സിയ റൂട്ടിന്റെ വസ്ത്രങ്ങളൊക്കെ അവിടെ ചിതറിക്കിടപ്പുണ്ട്. നീൽ ആ വസ്ത്രങ്ങളിൽ ഒന്നെടുത്ത് അതിനെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് ഒരു ഡിവിനേഷൻ നടത്തിയതും ഒരു കാര്യം നീലിന് മനസ്സിലായി. സിയ അവിടെ നിന്ന് നേരെ പോയിരിക്കുന്നത് നീലിന്റെ ആ ഒഴിഞ്ഞു കിടക്കുന്ന ഫാക്ടറിയിലേക്കാണ്. ഡാർക്ക് ഹാളിന് ഗ്രീവ്സ് കുടുംബത്തെ രക്ഷിക്കാനുള്ള ചുമതല കൊടുത്ത നീല് എന്തെങ്കിലും സാഹചര്യം അരുതാത്തായി സംഭവിക്കുകയാണെങ്കിൽ രഹസ്യമായി അവർക്ക് തങ്ങാൻ ഒരു ഇടം എന്ന നിലയിലാണ് ആ ഫാക്ടറിയെ സെറ്റ് ചെയ്തെടുത്തത്. ഉപേക്ഷിക്കപ്പെട്ട ഒരു ഫാക്ടറിയാണ് നീല് ഏറ്റെടുത്തതും അവിടെ ഒരു സെറ്റിംഗ് ഉണ്ടാക്കിയത്. ശരിക്കും അതൊരു ഹെഡ് ഓഫീസ് പോലെ ഡാർക്ക് ഹാളിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അവിടെ അതിശക്തമായ ഒരു ഫോർമേഷൻ നീല് സെറ്റ് ചെയ്തിട്ടുണ്ട്. നീല് ഉടൻ തന്നെ ആ ഫാക്ടറി ഉള്ള ഭാഗത്തേക്ക് നീങ്ങി. നീല ആ ഫാക്ടറി ഉള്ള ഭാഗത്ത് എത്തുമ്പോൾ അവിടെ നീല് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നീല് ആദ്യമേ കാണുന്നത്. ആ ഫാക്ടറിയുടെ ഗേറ്റ് തകർന്നു കിടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഫോർമേഷൻ പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. നീല് ശരിക്കും കൾട്ടിവേഷൻ ലോവർ ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഗ്രീവ്സ് കുടുംബത്തിന്റെ ആ വീട്ടിലും അതുപോലെ ആ ഫാക്ടറിയിലും ഫോർമേഷനുകൾ സൃഷ്ടിച്ചത്. അന്ന് ഡാവോ യുവാൻ ലെവലിലേക്കോ ഒറിജിൻ കിങ് ലെവലിലേക്കോ ഒന്നും നീൽഗിരി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നീലിന്റെ അന്നത്തെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നീല് തയ്യാറാക്കിയ ആ ഫോർമേഷൻ അതിനേക്കാൾ ശക്തി കൂടിയ ആളുകൾ തകർത്തിരിക്കുകയാണ്. ആരായിരിക്കും അവർ എന്ന ചോദ്യത്തോടെ നീല് ആ ഫാക്ടറിക്ക് അകത്തേക്ക് കടന്നു. ആ ഫാക്ടറിക്ക് അകത്തേക്ക് കടന്ന നീലിന്റെ കണ്ണ് തള്ളിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നീല് കാണുന്നത്. അകത്ത് ഡാർക്ക് ഹാളുമായി ബന്ധപ്പെട്ട യോദ്ധാക്കളുടെ ഡെഡ് ബോഡികൾ നിരന്നു കിടക്കുകയാണ്. ആ ഡെഡ് ബോഡികൾ കണ്ട നീലിന്റെ മനസ്സ് ഒന്ന് തേങ്ങി. അപ്പോഴാണ് നീല് ഒരു ഞരക്കം കേൾക്കുന്നത്. ആ ഞരക്കം കേട്ട ഭാഗത്തേക്ക് നീല് പാഞ്ഞു ചെല്ലുമ്പോൾ വളരെ നേർത്തതാണെങ്കിലും ഒരു ശബ്ദം നീല് കേട്ടു. ഹാൾ മാസ്റ്റർ. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കുനിഞ്ഞ നീല് ആ ആളെ നോക്കുമ്പോൾ ആ ആളുടെ മുഖം മുഴുവൻ രക്തത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ്. നീല് പക്ഷേ അതിനിടയിലും ആ ആളെ മനസ്സിലായി. അത് ഡാർക്ക് ഹാളിന്റെ ഹക്സിയിലെ തലവൻ സക്ഷൽ ലൂ ലിങ്ഫങ് ആണ്. ലൂ ലിങ്ഫങ്ങും ലിങ്ഡൻ ഗ്രീൻ ചേർന്നാണ് ഡാർക്ക് ഹാള് റൺ ചെയ്തിരുന്നത്. ലൂ ലിങ്ഫങ്ങിന്റെ മകൾ നേരത്തെ ഒരു അസാസിനേഷൻ ആക്ടിവിറ്റീസുമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ആ റിവർ സിറ്റിയിൽ രക്ഷപ്പെടാനായി നീലിന്റെ വീട്ടിലേക്ക് ഓടിക്കേറിയ ആ നിമിഷത്തിലാണ് നീലിന്
ഈ ലു ലിങ്ഫെങ്ങിന്റെ മകളുമായി ബന്ധമുണ്ടാവുന്നു. തുടർന്ന് ആ ബന്ധം ലു ലിങ്ഫെങ്ങിലേക്കും തുടർന്ന് അവസാനം ഡാർക്ക് ഹാൾ സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്കൊക്കെ എത്തിയത് ഒരു വലിയ കഥയാണ്. നീലിനെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്ന ആളായി ലു ലിങ്ഫെങ് നിന്നത് ഇപ്പോഴും നീലിന് ഓർമ്മയുണ്ട്. ആ ലിങ്ഫെങ് ആണ് ഗുരുതര പരിക്കുകളോടെ അവിടെ കിടക്കുന്നത്. നീൽ ഉടൻ തന്നെ ഇന്റേണൽ ബ്ലീഡിങ്സ് അതിവേഗം കരിയുന്ന ഒരു ഗുളിക ലിങ്ഫെങ്ങിന് നൽകി. അതോടൊപ്പം നീല് ആ എക്സ്റ്റേണൽ മുറിവുകൾ കരിക്കാനുള്ള പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തു. ആ സിൽവർ നീഡിലുകളും കുറച്ച് ഹെർബ്സ് ഒക്കെ വെച്ച് നീൽ ഏകദേശം ഒരു 10-20 മിനിറ്റ് ആ ലിങ്ഫെങ്ങിന്റെ ബോഡിയിൽ പെരുമാറുമ്പോൾ ലിങ്ഫെങ്ങിന്റെ ബോഡിയിലേക്ക് നീലിന്റെ ദേഹത്ത് നിന്ന് വൻതോതിൽ എനർജി സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ്. നീലിപ്പോ ഡാവോ യുവാൻ ലെവലിലായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഊർജം നീലിന്റെ ബോഡിയിലുണ്ട്. ആ ട്രൂ എനർജി ലിങ്ഫെങ്ങിന്റെ ബോഡിയിലേക്ക് കയറുമ്പോൾ പതുക്കെ പതുക്കെ അകത്തുള്ള ആ ഇന്റേണൽ ഇഞ്ചുറികൾ ഒന്നൊന്നായി അങ്ങ് കരിയുകയാണ്. നേരത്തെ കഴിച്ച ആ ഗുളികയും ആ സിൽവർ നീഡിലുകളും ഈ എനർജിയും എല്ലാം കൂടി ഒരു മാറ്റം ലിങ്ഫെങ്ങിൽ ഉണ്ടാക്കി. ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയപ്പോൾ ലിങ്ഫെങ് കണ്ണു തുറന്നു. അയാളുടെ മുഖം കഴുകി വൃത്തിയാക്കി നീല് അയാളുടെ മുഖത്തേക്ക് നോക്കുന്ന ആ നിമിഷത്തിലാണ് അയാൾ യഥാർത്ഥത്തിൽ കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന് അയാൾ കാണുന്നത് സാക്ഷാൽ നീൽ ഗ്രീയാണ്. നീലിനെ കണ്ടതും ലിങ്ഫെങ് 2 കൈകൾ കൂപ്പി നീലിനോട് പറഞ്ഞു, ഹാൾ മാസ്റ്റർ ക്ഷമിക്കണം, എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഏയ് ലിങ്ഫെങ്, ആ കാര്യം വിട്ടേക്ക്, എന്താ സംഭവിച്ചെന്ന് പറ. ഹാൾ മാസ്റ്റർ, അവിടെ ഗീവ്സ് കുടുംബം ആക്രമിക്കപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പിടിച്ചേക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ മിസ് സിയാർ വുഡ്സിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ഒരു കാരണവശാലും ആരും എത്തില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഇവിടേക്ക് അവരുടെ ആക്രമണം ഉണ്ടായി. എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ആളുകളായിരുന്നില്ല അവർ. ക്യാപിറ്റലിൽ നമ്മളെ രക്ഷിക്കാനായി ഗവൺമെന്റ് ഒരുപാട് ആളുകളെ ഇൻവോൾവ് ആക്കിയെങ്കിലും അവർക്ക് ആർക്കും തന്നെ ആ വന്ന ആളുകളുമായി ഏറ്റുമുട്ടി വിജയിക്കാൻ പറ്റില്ല. അവർ ശരിക്കും ശക്തരായിരുന്നു. അവിടുത്തെ ഫോർമേഷൻ തകർത്ത പോലെ തന്നെ അവർ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ഫോർമേഷൻ തകർത്തു. ഞങ്ങളുടെ ഡാർക്ക് ഹാളിലെ യോദ്ധാക്കളെ അവർ നിഷ്ഠൂരം വധിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു സുന്ദരി ഇവിടെ എത്തുന്നതും ഞങ്ങളെ സഹായിക്കുന്നതും. നീലിന് ലിങ്ഫെങ് പറഞ്ഞു വരുന്ന ആ സുന്ദരി ആരാണെന്ന് അപ്പൊ തന്നെ മനസ്സിലായി. ജി സിഗ്ന അവിടെ എത്തിയിട്ടുണ്ട്. ജി സിഗ്നയുടെ ഓറ അവിടെ എത്തിയ നിമിഷത്തിൽ തന്നെ നീൽ തിരിച്ചറിയുകയും ചെയ്തതാണ്. സിഗ്ന അവിടെ എത്തി എന്ന ആ ഒരു അറിവാണ് നീലിനെ ഏതാണ്ട് ശാന്തനാക്കിയത്. ജി സിഗ്ന ഉള്ള സമയത്ത് സിയാർ വുഡ്സിന് ഒന്നും സംഭവിക്കില്ല. അത് നീലിന് 100% ഉറപ്പാണ്. ലിങ്ഫെങ് നീലിനോട് പറഞ്ഞു, ആ യുവതി ശരിക്കും ശക്തിയായിരുന്നു. അവര് നമ്മളെ അറ്റാക്ക് ചെയ്ത ഒരുപാട് ആളുകളെ തകർത്തെങ്കിലും മിസ് സിയ ആക്രമിക്കപ്പെട്ട സമയത്ത് സിയെ രക്ഷിക്കാനായി ഓടിക്കേറിയപ്പോൾ ആ യുവതിക്ക് പരിക്കേറ്റു. എന്നിട്ടും സിയയും കൊണ്ട് ആ യുവതി എങ്ങോട്ടോ മാറിയിരിക്കുകയാണ്. ജി സിഗ്ന സിയാർ വുഡ്സിനെ ആ ആക്രമണം നടന്ന സ്ഥലത്തുനിന്ന് അതിവിദഗ്ധമായി ദൂരേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന് അത് കേട്ടപ്പോൾ നീലിന് മനസ്സിലായി. സിഗ്ന മിക്കവാറും സിയെ കുല്ലൻ മലയിലേക്ക് തന്നെ കൊണ്ടുവന്ന് കാണും. അവിടെ എത്തിയാൽ പിന്നെ സിയ സുരക്ഷിതയാണ്. അത് കേട്ടപ്പോഴാണ് നീലിനൊരു ആശ്വാസമായത്. നീല് ലിങ്ഫെങ്ങിന് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പോകാനായിട്ട് തിരിഞ്ഞപ്പോൾ നീലിന്റെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടായി. ഉടൻ തന്നെ നീല് തിരിഞ്ഞ് ലിങ്ഫെങ്ങിനോട് ചോദിച്ചു, ഈ വന്ന ആളുകൾ ആരാണ് എന്ന് വല്ല ധാരണയുണ്ടായോ? ഹാൾ മാസ്റ്റർ, ഇടയ്ക്ക് അവരിൽ ഒരാൾ ലോർഡ് ഗ്രീ എന്നൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ഗ്രീ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഹാൾ മാസ്റ്ററുടെ സർനെയിം ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ചത്. ലോർഡ് ഗ്രീ, ആ വാചകം നീലിന്റെ മനസ്സിൽ ശരിക്കും നന്നായിട്ട് അങ്ങ് പതിഞ്ഞു. കുല്ലൻ മലനിരകളിലെ ആ പുരാതന ഗീവ്സ് കുടുംബം നേരത്തെ നീലിന്റെ ഗ്രാൻഡ് ഫാദറിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തവരാണ്. ഗ്രാൻഡ് ഫാദറിന്റെയും ഗ്രാൻഡ് മദറിന്റെയും മരണത്തിന് ആ ഗ്രീവ്സ് കുടുംബത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതേ കുടുംബം തന്നെയാണ് നീലിന്റെ റിവർ സിറ്റിയിലെ വീട്ടിലേക്ക് വന്ന് അവിടെ മുഴുവൻ അരിച്ചു പറക്കി അവിടുന്ന് പലതും കൊണ്ടുപോയത്. അതേ ടീം തന്നെയാണ് ഇവിടെ ഹാക്സിൻ തലസ്ഥാനത്തെത്തി നീലിന്റെ പുതിയ ആ വീട് തല്ലി തകർത്തിരിക്കുന്നത്. അവർ തന്നെയാണ് സിയാർ വുഡിനെ ഈ ഫാക്ടറി കയറി ആക്രമിച്ചിരിക്കുന്നത്. ഗ്രീവ്സ് കുടുംബം നീലിന്റെ മുത്തച്ഛന്റെ കുടുംബമാണത്. ആ കുടുംബത്തോടുള്ള നീലിന്റെ എതിർപ്പ് സിയാർ വുഡ്സ് ആക്രമിക്കപ്പെട്ട കാര്യം കൂടി കേട്ടതോടുകൂടി പെട്ടെന്ന് വർദ്ധിക്കുകയാണ്. അനവധി കാര്യങ്ങൾ ഇതിനിടയിൽ പെൻഡിംഗ് ആയി വന്നതുകൊണ്ടാണ് നീല് ഗ്രീവ്സ് കുടുംബത്തെ ശരിക്കും മറന്നു വെച്ചത്. ഗ്രീവ്സ് കുടുംബത്തിലേക്ക് കടന്നു കയറാനുള്ള സമയം ആഗതമായിരിക്കുന്നു. അങ്ങനെ തോന്നിയതും നീല് ലീഫെങ്ങിനോട് യാത്ര പറഞ്ഞ് കുല്ലനിലേക്ക് തിരിച്ചു. ഈ സമയത്ത് ശരിക്കും ഗ്രീവ്സ് കുടുംബത്തിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഒരു വലിയ റൗണ്ട് ടേബിൾ അവിടെ ആ പ്രധാന ഹാളിൽ കിടക്കുകയാണ്. അതിന്റെ ചുറ്റുമായി ഒരുപാട് ആളുകൾ അങ്ങനെ നിരന്നിരിപ്പുണ്ട്. മീറ്റിംഗിന് നേതൃത്വം വഹിക്കുന്നത് ഫാമിലി ഹെഡ് ഫൂലം ഗ്രീവ്സ് ആണ്. ശരിക്കും അയാള്
അല്ല ഫാമിലി ഹെഡ് ആവേണ്ടത്. ഫാമിലി ഹെഡ് ആവേണ്ടത് നീലിന്റെ മുത്തശ്ശനായിരുന്നു. മുത്തശ്ശനെ കൊലപ്പെടുത്തി ആ ചാൻസ് തട്ടിയെടുത്തിരിക്കുന്ന കക്ഷിയാണ് ഇപ്പോ അവിടെ അധികാരത്തിലിരിക്കുന്ന ഫൂലോങ്. ഫൂലോങ് ഗ്രേവ്സ് തന്റെ മുന്നിലിരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം അവരോട് ചോദിച്ചു, എന്തായി കാര്യങ്ങൾ? അതിന് മറുപടി പറയാനായി ഒരാൾ എണീറ്റു. അയാൾ ഫൂലോങ്ങിനോട് പറഞ്ഞു, ഫാമിലി ഹെഡ്, ശക്തരായ ഒരു കൂട്ടം ആളുകളെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഹാക്സിൻ ക്യാപിറ്റൽ ഇറക്കിയത്. അവിടെ ആ നീൽഗിരി താമസിക്കുന്ന വീട്ടിൽ അരിച്ചു പറക്കി ഒരു പരിശോധന നടത്തിയെങ്കിലും നമുക്കൊന്നും കിട്ടിയില്ല. നീലിനെ കുറിച്ചുള്ള വിവരം കിട്ടാനായി ആ പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്ത് അവൾ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിയെങ്കിലും നമുക്ക് അവളെ പിടികൂടാൻ പറ്റിയില്ല. അതെന്താ? പെട്ടെന്ന് ഫൂലോങ് അങ്ങനെ ചോദിച്ചതും ആ വ്യക്തി ഫൂലോങ്ങിനോട് പറഞ്ഞു, ഫാമിലി ഹെഡ്, അവിടെ നമ്മളെ എതിർത്തത് ആ ജി സിഗ്നയാണ്. ജി സിഗ്നയോ? നമ്മുടെ ജീനിയസോ? അതേന്ന് അവളിവിടെ കുന്നൻ മലനിരന്ന് അവിടെ ഹാക്സിൻ ക്യാപിറ്റലിലെത്തി ഞങ്ങളെ എതിർക്കുകയായിരുന്നു. നീലിന്റെ ആ കൂട്ടുകാരി നമ്മുടെ കൈവശം വന്ന് ചേർന്നിരുന്നുവെങ്കിൽ അവളെ വെച്ച് നമുക്ക് വിലവേശമായിരുന്നു. അവളെ ഇരയാക്കി നീലിനെ പിടികൂടാനും കൊല്ലാനും നമുക്ക് പറ്റിയനെ. പക്ഷെ സിക്കിന് പെട്ടെന്ന് കയറി വന്നപ്പോൾ നമ്മുടെ ആക്രമണം ഒന്ന് പതറി. അതിനിടയിൽ സിക്കിന് ആ പെൺകുട്ടിയുമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ പേടിക്കണ്ട, രണ്ടുപേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ജി സിഗ്നയ്ക്കും അതുപോലെ സിയ റൂട്ട്സിനും പരിക്കേറ്റ കാര്യങ്ങൾ വരെ ആ ആള് അവിടെ റിപ്പോർട്ട് ചെയ്തു. അയാളുടെ റിപ്പോർട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരാൾ ഫൂലോങ്ങിനോട് ചോദിച്ചു, ഫാമിലി ഹെഡ്, ശരിക്കും ഈ നീൽഗിരി അത്രയ്ക്ക് കുഴപ്പക്കാരനാണ്? എന്താണ് അവന്റെ ബാക്ക്ഗ്രൗണ്ട്? അതിന് മറുപടിയായി ഫൂലോങ് എല്ലാവരോടായി പറഞ്ഞു, നീല് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കുടുംബവുമായി ബന്ധമുള്ള ആളാണ്. അവന്റെ മുത്തശ്ശനെ പണ്ട് നമ്മളെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ കരുതി ആ കുടുംബവുമായി ബന്ധമുള്ള ആരും തന്നെ ജീവിച്ചിരിപ്പില്ലെന്നാണ്. പക്ഷേ ആ കുടുംബത്തിന്റെ കണ്ണിയായി അവൻ ജീവിച്ചിരിപ്പുണ്ട്. അവൻ നമ്മൾ കരുതുന്ന പോലെ ഒരു സാധാരണ വ്യക്തിയല്ല. അവൻ ഈ മാർഷൽ ആർട്സ് പ്രാക്ടീസ് തുടങ്ങിയിട്ട് വെറും 10 കൊല്ലമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ 10 കൊല്ലം കൊണ്ട് അവൻ ശക്തനായ ഒരു യോദ്ധാവായി മാറിയെന്നാണ് ക്യൂൻ സിറ്റിയിൽ ആ ജീനിയസ് മീറ്റ് നടന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ നമ്മളോട് പറയുന്നത്. അവിടെ ആ മേള നടത്തുന്ന ജിൻസനെ അവൻ കൊല്ലുക വരെ ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ ജിൻസന്റെ കപ്പാസിറ്റിയെ കുറിച്ച്. അതുമാത്രമല്ല, അവനിപ്പോൾ കുറെ ആളുകളുടെ സപ്പോർട്ടുണ്ട്. എങ്ങനെയാണ് ആ സപ്പോർട്ട് അവൻ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവൻ പക്ഷേ ആ ഹാൻഡ് കുടുംബത്തിന്റെ ഹാൻഡ് ജോബ്സിനെ കുപ്പിയിലാക്കിയിരിക്കുകയാണ്. ഹാൻഡ് ജോബ്സ് ഇപ്പൊ അവന്റെ വലം കൈയാണ്. അതുപോലെ തന്നെയാണ് ആ ബ്ലഡ് നൈറ്റ് സെക്ഷന്റെ ഷൂ റോജർ. അയാളും ഇപ്പോ ഈ നീലിനൊപ്പമാണ്. ഇവരുടെ കൂടെ കുറെ ആളുകളുണ്ട്. നേരത്തെ ആരും പരിഗണിക്കാതിട്ടിരുന്ന ഒരു മെഡിക്കൽ ഗോഡ് സെക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ ആ സെക്ഷൻ മാസ്റ്റർ ഡുവൻ ഡീൻ ജോൺസ്, അയാളിപ്പോ 100 ചെറിയ സെക്ഷനുകളെ സംഘടിപ്പിച്ച് 100 സെക്ഷൻ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കിയിരിക്കുകയാണ്. ചെറുതും വലുതുമായ ഒരുപാട് സംഘടനകൾ അതിനകത്തുണ്ട്. അവരും നീലിന് സപ്പോർട്ടായിട്ടുണ്ട്. ഈ ഹാൻഡ് ജോബ്സും അതുപോലെ ഷൂ റോജറുമുള്ള ആ സംഘടന റേഡിയന്റ് ഹോൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ സുപ്രീം എംപറർ ലെവലിലെ യോദ്ധാക്കൾ ഒരുപാടുണ്ട്. അവർക്ക് സപ്പോർട്ടായിട്ട് ആ ഹോളി ഹെർബ് വാലിയിൽ നിന്ന് ആളുകളുണ്ട്. ഞാൻ ശേഖരിച്ച വിവരങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത്. ഹോളി ഹെർബ് വാലിയിലെ ആളുകളോ? അതെ, അവര് ക്യൂൻ സിറ്റിയിലാണ് തമ്പടിച്ചിരിക്കുന്നത്. അവരാണ് ഈ ടീമുകൾക്ക് ആവശ്യമായ സകല ഹെർബ്സും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ആ ഹെർബ്സ് അവർ കൊടുക്കുന്നത് ഡാനൂബ് സിറ്റിയിലേക്കാണ്. അവിടെ ആൽക്കമി മാസ്റ്റർ ലിങ് യുവും അയാളുടെ സഹായികളും ചേർന്ന് അതിനെ വാല്യൂ ആഡഡ് പിൽസാക്കി കൺവേർട്ട് ചെയ്യും. ആ പിൽസാണ് ഇപ്പോൾ ഈ റേഡിയന്റ് ഹാളിലെയും അതുപോലെ 100 സെക്ഷന്റെയും ശക്തി എന്ന് പറയുന്നത്. ഫൂലോങ്ങും അയാൾക്കൊപ്പമുള്ള ആളുകളും വളരെ കാര്യമായിട്ട് തന്നെ ഒരു പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. നീൽ ഗ്രീക്ക് പിന്നിൽ കുന്നൻ മലനിരകളിലെ ഒരു നല്ല വിഭാഗം അണിനിരന്നിരിക്കുകയാണ്. ആ കാര്യം ഫൂലോങ് പറഞ്ഞതും ഒരാള് ഫൂലോങ്ങിൽ ചോദിച്ചു, അല്ല ഫാമിലി ഹെഡ്, ശരിക്കും ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇവിടെ എത്തേണ്ടതാണ്. അവരെത്തുമ്പോൾ ഇവരെല്ലാം തുടച്ചു മാറ്റപ്പെടില്ലേ? അതെന്താ അവർ മനസ്സിലാക്കാത്തത്? അതാ എനിക്ക് മനസ്സിലാക്കാത്തത്. ഫൂലോങ്ങും അത് അംഗീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് മറുപടി പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഒരു ഫൈറ്റ് നടക്കുകയാണ്. അവിടെ ആ കുൻ വാലിയിലാണ് ആ ഫൈറ്റ് നടക്കുന്നത്. ആ വാലിയിൽ ഹുയാൻ കുടുംബത്തിന് സപ്പോർട്ടായി നമ്മുടെ ആളുകളും എത്തിയിട്ടുണ്ട്. നമ്മുടെ സുപ്രീം എംപറേഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. ഹുയാൻ കുടുംബവും റേഡിയന്റ് ഹോളും തമ്മിൽ നടക്കുന്ന ശക്തമായ ഫൈറ്റിൽ ഹുയാൻ കുടുംബത്തിന്റെ വലം കൈയായി ഗ്രീസ് കുടുംബത്തിലെ സുപ്രീം എംപറേഴ്സ് ഉണ്ടെന്നാണ് റിപ്പോർട്ടിംഗ്. അവര് ആ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചപ്പോൾ ഒരാള് ഫൂലോങ്ങിൽ ചോദിച്ചു, അല്ല നമുക്ക് ഇവനെ ഇങ്ങനെ വളരാൻ അനുവദിച്ചാൽ പറ്റില്ലല്ലോ. അതാണ് ഞാനും ആലോചിക്കുന്നത്. ഞാൻ പല മാർഗങ്ങളും ആലോചിച്ചാൽ അവനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ കുറെ സുപ്രീം എംപറേഴ്സിനെ അവനെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ അയച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അവൻ തിരിച്ചടിച്ചാൽ നമുക്ക് വൻ നഷ്ടമുണ്ടാവും.
അവൻ ഈ തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ അഗ്രഗണ്യൻ എന്നാണ് ഇപ്പൊ പൊതുവെ എല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ അവന് ഈ കുല്ലൻ മലനിരയിൽ ഈ ശൈലിയിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കാനും സപ്പോർട്ട് ഉണ്ടാക്കാനും കഴിയില്ല. ഇപ്പോ ഏകദേശം 250ഓളം സെക്ഷനുകൾ അവന്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് യോദ്ധാക്കളും അവന്റെ പിന്നിലുണ്ട്. ഒരു വ്യക്തിക്ക് ഇത്രയും ആളുകളെ സ്വാധീനിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമേ അല്ല. അതുകൊണ്ട് അവനെ പതിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ അത് നടക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഫുലോങ് പറഞ്ഞതും ഒരു ചെറുപ്പക്കാരൻ എണീറ്റു. ഫാമിലി ഹെഡ്, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഐഡിയോ? നീ പറ, എന്താ ഐഡിയ? ഫാമിലി ഹെഡ്, 3 ദിവസം കഴിയുമ്പോഴല്ലേ നമ്മുടെ അമ്പലം തുറക്കുന്നത്? അതെ ഫാമിലി ഹെഡ്, 100 വർഷത്തിലൊരിക്കൽ നമ്മൾ നടത്തുന്ന ആ പ്രത്യേക പൂജയും ഇപ്പോലെ നടക്കുന്നത്. അതെ അതെ, നമ്മുടെ മരിച്ചുപോയ ആൻസിസ്റ്റേഴ്സിന്റെ ഓർമ്മദിനം ആഘോഷിക്കുന്ന ചടങ്ങ് കൂടിയാണത്. നമ്മുടെ കുടുംബവുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളുടെയും ഫലകങ്ങൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അപ്പോഴാണ് 100 കൊല്ലങ്ങൾക്ക് ഇപ്പുറം ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഫലകങ്ങൾ അവിടെ സ്ഥാപിക്കണം. ആ ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. ഫാമിലി ഹെഡ്, ആ അവസരത്തെ നമ്മൾ ഉപയോഗിക്കണം. നീ എന്താ പറഞ്ഞു വരുന്നത്? ഫാമിലി ഹെഡ്, നീൽഗിരി ആത്യന്തികമായി ഗ്രീവ്സ് കുടുംബത്തിലെ ഒരു അംഗമാണ്. അവനും അവന്റെ അച്ഛൻ ആ ആർതർ ഗ്രീയും മുത്തച്ഛനും ഒക്കെ ഈ ഗ്രീവ്സ് കുടുംബത്തിന്റെ ഭാഗം തന്നെയാണ്. നമുക്ക് അവരെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യണം. നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യം അറിഞ്ഞാൽ ആ കിഴങ്ങൻ ആർതർ ഗ്രീ ഉറപ്പായും അയാളുടെ മോനെ വിളിച്ച് ഇവിടേക്ക് വരും. അയാൾക്ക് ഒരു വല്ലാത്ത ആഗ്രഹമുണ്ട് ഇവിടേക്ക് വരാൻ വേണ്ടി. അയാളുടെ ജീവിത ലക്ഷ്യം തന്നെ ഇപ്പോൾ ഒരു ദിവസമെങ്കിലും ഇവിടെ വരിക എന്നുള്ളതാണ്. നമ്മൾ ഇൻവൈറ്റ് ചെയ്താൽ ഉറപ്പായും അയാൾ നീൽഗിരിയുമായി ഇവിടെ വരും. നീലിനെ നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് കിട്ടിയാൽ പിന്നെ എന്താ വേണ്ടതെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഡയലോഗ് സ്വാഭാവികമായിട്ടും അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഇഷ്ടമാവുകയാണ്. നീലിനെ പതിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ നീലിനെ ഈ കോമ്പൗണ്ടിനകത്ത് കിട്ടിയാൽ പിന്നെ എന്താ വേണ്ടതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു ധാരണ അവർക്ക് എല്ലാവർക്കും ഉണ്ടായതും ഫുലോങ് അവരോട് പറഞ്ഞു, ഓക്കെ, കാര്യം അടിപൊളി ഐഡിയ ആണ്, എന്നാലും നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം. നമുക്ക് നീലിനോട് അവന് സംശയിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു കാര്യം പറയാൻ പറ്റണം. ഇവിടെ ഈ ഗ്രീവ്സ് കുടുംബത്തിൽ അംഗമാകാൻ ആരെങ്കിലും വരുമ്പോൾ അവരുടെ ശക്തി നോക്കുന്ന ഒരു പതിവുണ്ടെന്ന് അവനോട് പറയണം. 3 ലെവലാണ് ശക്തി നോക്കൽ. അങ്ങനെ ഫുലോങ് പറഞ്ഞതും അവിടെ ഇരിക്കുന്ന ആളുകളൊന്ന് ചിരിച്ചു. അവർക്ക് കാര്യം മനസ്സിലാവുകയാണ്. ശക്തി നോക്കാനായി നീല് തയ്യാറാകുമ്പോൾ നീലിനെ എതിരിടുന്ന ആ ആളുകൾ 1, 2, 3 ലെവലിലെ ആളുകൾ അതിശക്തരാണെങ്കിലും നീലിന്റെ കേസിൽ ഒരു തീരുമാനം അവിടെ ആകും. അത് ഉറപ്പായതും ആളുകൾ 1ാമത്തെ ലെവലിൽ ആരാണ് നിൽക്കുന്നതെന്ന് ഉറപ്പിച്ചു. അതുപോലെ 2ാമത്തെ ലെവലിലും 3ാമത്തെ ലെവലുകാരനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫുലോങ് പറഞ്ഞു, അത് തൽക്കാലം രഹസ്യമായി വെക്കാം. 4ാമത്തെ ലെവലിൽ നമ്മൾ എല്ലാവരും ഉണ്ടാവും. നമ്മളെല്ലാ സുപ്രീം എംപറേഴ്സും ചേർന്ന് അവനെ 4ാമത്തെ ലെവലിൽ വെച്ച് പതിക്കും. പക്ഷെ എന്റെ പ്രതീക്ഷ അവൻ ഒരിക്കലും ഈ 1ാമത്തെ ലെവല് കടക്കില്ലെന്നാണ്. 1ലും 2ലുമായി ഫുലോങ് നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത്ര ശക്തരാണ്. എന്തായാലും ആ ഐഡിയ വർക്കൗട്ട് ആവുമെന്ന് മനസ്സിലായതും ഫുലോങ് അവിടെയുള്ള ഒരാൾക്ക് നിർദ്ദേശം കൊടുത്തു. ഇപ്പോ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന കത്ത് ഒന്ന് റെഡിയാക്കി അത് അതിവേഗം റെയ്ഡിന്റെ ഹാളിൽ കൊണ്ടുപോയി കൊടുക്കണം. അവിടെ മിസ്റ്റർ നീൽഗിരി ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ആ കത്ത് കൊടുത്താൽ അവിടെയുള്ള ആളുകൾ ഉറപ്പായി ആ വിവരം നീലിനെ അറിയിക്കും. വിവരം അറിഞ്ഞാൽ അവന് അവന്റെ പിതാവിനെയും കൂട്ടി ഇങ്ങോട്ട് വരേണ്ടി വരും. ആ കത്ത് ഉണ്ടാക്കുന്ന പ്രക്രിയയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവിടെ നടക്കുമ്പോൾ നീല് കുല്ലിൽ മടങ്ങി എത്തിക്കഴിഞ്ഞു. നീല് നേരെ പോയത് ബായ്ഖാനും ബാക്കിയുള്ള ആളുകളുമുള്ള ആ മേഖലയിലേക്കാണ്. അവിടെ എത്തി അവിടെ നിന്ന് അതിശക്തരായ ഒരു ടീമുമായിട്ട് നീല് നേരെ പോയത് ഹുയങ് കുടുംബവും റെയ്ഡിൻ ഹാൾ തമ്മിൽ ഫൈറ്റ് നടക്കുന്ന ആ കുൻ വാലിയിലേക്കാണ്. കുൻ ലാൻ എന്ന ആ മലനിരയിൽ കുൻ വാലിയും ലാൻ മലകളുമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് കുൻ ലാൻ എന്ന പേരുണ്ടാകുന്നത്. എന്നാൽ ആ കുൻ വാലിയിലേക്ക് നീൽഗിരി എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ശക്തമായ ഫൈറ്റ് നടക്കുകയാണ്. ഹുയങ് കുടുംബത്തിലെ ആൻസിസ്റ്റേഴ്സും എൽഡേഴ്സുമായി ഒരു വൻ ടീമുണ്ട്. ആ ടീമിന്റെ ആക്രമണത്തിൽ നിന്ന് പരിക്ക് പറ്റിയ ഹാൻ കുടുംബത്തിലെ ഹാൻ ജോബ്സിനൊപ്പമുള്ള ആളുകൾ പിന്മാറിയിരിക്കുകയാണ്. അവര് തമ്പടിക്കുന്ന സ്ഥലത്തെത്തിയ ഹാൻ ജോബ്സ് അവരോട് പറഞ്ഞു, നമുക്ക് ശരിക്കും പരിക്ക് പറ്റാൻ കാരണം നമ്മൾ വിജയകരമായി പിന്മാറിയത് എന്തായാലും നന്നായി. മിസ്റ്റർ ഗ്രീ വന്നാലുടൻ നമുക്ക് ആക്രമണം തുടങ്ങണം. ഹാൻ ജോബ്സ് എന്ന് പറയുമ്പോൾ കൂടെയുള്ള ആളുകളും അത് അംഗീകരിക്കുകയാണ്. അവരുടെ നായകനായ നീൽഗിരി കുറച്ച് നാളുകളായി സെക്ലൂഷനിലാണ്. നീലിനെ കുറിച്ച് ഇപ്പോൾ ഒരു വിവരവുമില്ല. നീല് മടങ്ങിയെത്തിയാലേ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റും. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നീല് കുറച്ച് ആളുകളുമായി അവിടെ എത്തി. നീലിനൊപ്പമുള്ള ആളുകളെ കണ്ട ഹാൻ ജോബ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. നീലിന്റെ അടുത്തേക്ക് ആദ്യം ഓടിയെത്തിയത് സാക്ഷാൽ ലിങ്ഡൺ ഗ്രീയാണ്. ലിങ്ഡന്റെ കൂടെ യുഗ്രി ഉണ്ട്. യുഗ്രി ഓടി വന്ന് നീലിന്റെ കയ്യിലങ്ങ് പിടിക്കുകയാണ്. അവൾക്ക് നീല് സ്വന്തം ബ്രദറാണ്. യുഗ്രി നീലിന്റെ കൈ തൂങ്ങിക്കൊണ്ട് നീലിനോട് പറഞ്ഞു, ബ്രദർ ഗ്രീ,
ഇപ്പൊ ഞാൻ കൂടുതൽ ശക്തിയായിരിക്കുകയാണ്. അവൾ പറയുന്നതിൽ വാസ്തവമുണ്ട്. അവൾ യഥാർത്ഥത്തിൽ സുപ്രീം എംബർ ലെവലിലേക്ക് കടക്കുകയാണ്. ഒരു സെമി സൂപ്പർ എംബർ എന്ന് വേണമെങ്കിൽ അവിടെ വിളിക്കാം. അതേസമയത്ത് ലിങ്ഡൺ ആണെങ്കിൽ ഡാവോ യുവാന്റെ 9th സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ 9th സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഹാഫ് സ്റ്റെപ്പ് സുപ്രീം എംബറായി യുഗ്രി മാറിയിരിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ അധികം വ്യത്യാസമില്ല. യുഗ്രിയുടെ ജന്മസിദ്ധമായ ഒരു കപ്പാസിറ്റി അവളെ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവൾ മാർഷൽ ആർട്സ് പ്രാക്ടീസ് തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല. നീലിനെ അപേക്ഷിച്ച് വേഗത യുഗ്രിക്ക് കൂടുതലാണ്. യുഗ്രിയെ കണ്ടപ്പോ നീൽഗിരിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. നീല് സ്നേഹപൂർവ്വം അവിടെ തലയിലൊന്ന് തട്ടി. ലിങ്ഡൺ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാണ്. 100 സെക്ഷൻസ് ഡുവൻ ഡി ജോൺസിന്റെ കീഴിൽ ഒരു വലിയ ടീമായി മാറിയതും, അതുപോലെ ഹുയാൻ കുടുംബവുമായിട്ട് ഇപ്പോൾ റേഡിയൻ ഹാൾ നടക്കുന്ന യുദ്ധവും, അവിടെ ഡാന്യൂബ് സിറ്റിക്കുള്ളിൽ ലിങ് യുവും ടീമും ചേർന്ന് പിൽസ് ഉണ്ടാക്കുന്നതും, ക്യൂൻ സിറ്റിയിൽ ഹോളി ഹെർബഹാർ ആവശ്യത്തിന് ചെടികൾ സപ്ലൈ ചെയ്യുന്നതെല്ലാം ലിങ്ഡൺ നീലിന് വിശദീകരിച്ചു. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതും നീല് ലിങ്ഡന് പുറത്തു തട്ടിയിട്ട് ലിങ്ഡനോട് പറഞ്ഞു, ഡാർക്ക് ഹോളിന്റെ വൈസ് സെക്ഷൻ മാസ്റ്റർ എന്തായിരിക്കണമെന്ന് ലിങ്ഡനെ കണ്ട് പഠിക്കണമെന്ന് ഇനി നാളെ ആളുകൾ പറയും. അത് കേട്ട് ലിങ്ഡനും യുഗ്രിയും ഒരുപോലെ ചിരിക്കുമ്പോൾ ഹാൽ ജോബ്സ് അയാളുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നീൽ ഹുയാൻ കുടുംബവുമായി നമ്മൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ഹുയാൻ കുടുംബത്തിന് കുറച്ച് സപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ്. ആരാ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? നീൽ, അതാണ് കാര്യം. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഗീവ്സ് കുടുംബക്കാരാണ്. അവരുടെ കീഴിൽ ഒരുപാട് സുപ്രീം എംപ്രസ് ഉണ്ട്. അവരെ മുഴുവൻ ഇവിടെ ഈ ഹുയാൻ കുടുംബത്തെ സംരക്ഷിക്കാനായി അവര് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. ബ്ലഡ് സ്പിരിറ്റ് ക്ലാനുമായി ഡയറക്റ്റ് ബന്ധമുള്ള ഹുയാൻ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ ഗീവ്സ് കുടുംബം ആളെ ഇറക്കിയിരിക്കുന്നു. നീലിന് അത് കേട്ടപ്പോ ശരിക്കും കൊണ്ട് ദേഷ്യം വരികയാണ്. ആ ദേഷ്യത്തോടെയാണ് നീല് ആ വാലിയിലേക്ക് ഇറങ്ങുന്നത്. ആ വാലിയിലേക്ക് നീൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എതിരെയുള്ള ഹുയാൻ കുടുംബത്തിലെ ആളുകൾ നീൽഗിരിയെ കണ്ടു. ഓ, നീൽ താൻ മടങ്ങിയെത്തിയല്ലേ? നീല് ആ വാലിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ശരിക്കും നീലിന്റെ മുഖത്ത് സിന്നറുടെ മുഖംമൂടി ഉണ്ടായിരുന്നില്ല. ഈ ബൈഷാനും ടീമുമായിട്ട് നീൽഗിരി ആ കുൻ വാലിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ നീല് സിന്നറുടെ മുഖംമൂടി അഴിച്ചു മാറ്റിയിരുന്നു. നീലിന്റെ പുറകെ വരുന്ന ബൈഷാനും ടീമും യഥാർത്ഥത്തിൽ ആ കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പൊ നീല് ആ കുൻ വാലിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അവര് നീലിന്റെ മുഖം കാണുന്നത്. അവര് ഫോളോ ചെയ്ത് വന്നത് സിന്നർ ഗിരിയാണ്. ഇപ്പോ അവര് കാണുന്നത് സാക്ഷാൽ നീൽഗിരിയാണ്. നീൽഗിരിയെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. അത് ഹുയാൻ കുടുംബം പറഞ്ഞ് കേട്ട അറിവാണ്. ഇപ്പൊ ഇതാ അവര് ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. അവർക്ക് പരിചയമുള്ള സിന്നർ ഗിരിയും നീൽഗിരിയും യഥാർത്ഥത്തിൽ ഒരേ ഒരാളാണ്. ബൈഷാനും ക്യൂൻഷാനും ഉൾപ്പെടെയുള്ള സകലരും ശരിക്കും ആ അറിവ് വളരെ ഞെട്ടലോടെയാണ് ഉൾക്കൊള്ളുന്നത്. എല്ലാവരും നീൽഗിരിയെ കുറിച്ച് പല കാര്യങ്ങളും പറയാറുണ്ട്. ആ കാര്യങ്ങൾ പറയുന്നത് അവർ ഈ ബോഡി റിഫൈനിങ് ലാൻഡിൽ നിന്ന് കുല്ലൻ മലനിരകളിലേക്ക് ഇറങ്ങി വന്ന ആ നിമിഷം മുതൽ അവർ കേൾക്കുന്നതാണ്. ഇപ്പോഴാണ് അവർക്ക് കഥ മനസ്സിലാവുന്നത്. രണ്ടും ഒരാളാണ്. പക്ഷെ അത് പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അത് പുറത്തു പറയണോ വേണ്ടയോ എന്ന് ഒരു സംശയം സ്വാഭാവികമായിട്ടോ ബൈഷാനും അതുപോലെ ക്യൂൻഷാനും ഉണ്ട്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ദ യങ് മാസ്റ്റർ എന്ന കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.